അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് മനസ്സിലായില്ല. അതൊന്ന് കേട്ടിട്ട് അത് വെയിൽ കോളാണ് ബേസിക്കലി. ഒരു അണ്ടർ വാട്ടർ എക്സ്പീരിയൻസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് കുറച്ച് കിളികളുടെ ശബ്ദവും വെയിലും പക്ഷിയും തമ്മിലുള്ള ഒരു പ്രണയം. അവരൊരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു സിംബോളിക് സാധനം വെച്ചിട്ടാണ് ഞാനത് പിടിച്ചത്. അത് സങ്കടപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ബേസിക്കലി സാധനം വെച്ചത്. കേരള ക്രൈം ഫയൽസിനകത്ത് ഹിഷാമിൻ്റെ ഹമ്മിങ് വരുന്നതിന് മുമ്പ് ഒരു പീസും അവിടെ വയലിൻ്റെ ബാക്കിങ് ചെയ്തിട്ടുള്ള അത് ഗോവിന്ദാണ് വായിച്ചതെന്നുള്ളത് ഹിഷാം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നെ അഹമ്മദാണ് വിളിക്കുന്നത്, ഇങ്ങനെ ഒരു വയലിൻ പീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ സാധാരണ അങ്ങനെ പുറത്തു പോയി വായിക്കൽ കുറവാണ്. സാറിൻ്റെ ശബ്ദം ആദ്യമായിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുന്ന സമയത്ത് എന്തായിരുന്നു ഒരു ഫീൽ? കമലഹാസൻ്റെ ഒക്കെ ശബ്ദത്തിൻ്റെ എഫക്റ്റ് ഞാൻ കാണുന്നത് എൻ്റെ ചുറ്റുള്ള ആൾക്കാരിലാണ്. കാർത്തിയൊക്കെ ഉണ്ടായിരുന്നു, പുള്ളിയൊക്കെ കരയാൻ തുടങ്ങി, ലിറ്ററലി കരയായിരുന്നു. ഞാൻ എങ്ങനെയാണോ അത് വിഭാവനം ചെയ്തിരുന്നത് എക്സാക്ട്ലി അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റിയ വളരെ കുറച്ച് പടങ്ങളിലൊന്നാണ് അത്. ഈ മധുരത്തിൽ പരിമിത നേരം എന്ന് പറയുന്നത് സോങ്ങിലാണ് ബിരിയാണിയൊക്കെ കഴിക്കുന്നതിൻ്റെ എല്ലാം ബിരിയാണിയൊക്കെ നമുക്ക് ഇറങ്ങി ലയിച്ചിങ്ങനെ പോകുന്നത് ആ മ്യൂസിക്കാണ്. പക്ഷെ പിന്നെ അതിൻ്റെ സാധ്യതകളും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോഴുള്ള പിന്നെ എൻ്റെ മ്യൂസിക് എക്സ്പ്ലോറേഷൻ ഏറ്റവും കൂടുതൽ നന്നായിരിക്കും ഇത് തന്നെയായിരിക്കും എനിക്ക്. ഈ അച്ഛനെ കൊണ്ട് പാടിപ്പിക്കുമ്പോൾ സത്യത്തിൽ അത് ഭയങ്കര ഇമ്പാക്റ്റ് നമുക്കൊക്കെ ഉണ്ടാക്കി. അച്ഛനെ പാടിച്ച് ആര് ചോദിക്കാൻ പോകുന്നു? എൻ്റെ സ്വന്തം അച്ഛൻ ഒരുത്തൻ ചോദിക്കാൻ പോകുന്നു. ഞാൻ അച്ഛൻ ഞങ്ങൾ പാടി ഞങ്ങൾ ഹാപ്പി ആയിട്ട് നടന്നു, ഇത്ര. അത് കുറേ ആൾക്കാർ തുടക്കത്തിൽ ഒരുപാട് ഹേറ്റ് ഉണ്ടായിരുന്നു. തൈക്കുടം ബ്രിഡ്ജ് ഗോവിന്ദ് വസന്ത എന്നുള്ള പേരിലാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഇന്നാവുന്നത്. എനിക്ക് ഈ മൊട്ടത്തലയിലൊന്നും തുടരണം കേട്ടോ. ഇത് എവിടെ നിന്നാണ് ഇതൊക്കെ വരുന്നതെന്നുള്ള കണ്ടുപിടിക്കണമല്ലോ. ഓൾമോസ്റ്റ് 10 പാട്ടുണ്ട് പടത്തിൽ. എഡിറ്ററൊക്കെ നല്ലവണ്ണം പണിയെടുത്തിട്ടുണ്ട്. പുള്ളി എൻ്റെ തെറി വിളിച്ച് കൊല്ലുന്നുണ്ടാവും. എനിക്കാണ് എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സിംഗേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിനിമ. ചിത്ര ചേച്ചി ഉണ്ട്, ശങ്കർ മഹാദേവൻ, ജാസി ചേട്ടൻ പാടി, ഇമ്പാച്ചി, ഗബ്രി, യാവർ 2 പാട്ട്, സ്വാതിദാസ് പ്രഭു ഒരു പാട്ട്. വള എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ ഗോവിന്ദ് വസന്തയുണ്ട്, മുഹഷിൻ ഉണ്ട്. മുഹസിൻ്റെ ഡയറക്ടർ, കഠിന കഠോരം ഈ അണ്ടഘടകത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ്. ഹായ്. പടം അത് ഞാൻ കണ്ടായിരുന്നു, ഇപ്പോൾ റീവാച്ച് ചെയ്തു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച എൻ്റെ പോർഷനിൽ കുറേ സങ്കടങ്ങൾ ഉണ്ട്. ആ സങ്കടത്തിനകത്ത് നമ്മുടെ ചില സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ സങ്കടം കാണിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ കരഞ്ഞ ആളാണ് കേട്ടോ. പിന്നെ ബേസിലിൻ്റെ മുഖം ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വളയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് നമുക്കതിലേക്ക് പോവാം. വളയെക്കുറിച്ച് പറയാമെന്ന് പറയുമ്പോൾ കഠിന കഠോരം വെച്ചിട്ട് തന്നെ ഞാൻ വളയെ പറയാമെന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പോൾ കഠിന കഠോരം വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് വളരെ റോയിൽ ചെയ്തിട്ടുള്ളൊരു ഫിലിമാണെങ്കിൽ വള കംപ്ലീറ്റ്ലി ഇപ്പോൾ തിയേറ്റർ ഡിസൈൻ എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വളയിൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്തത് ഗോവിന്ദ് തന്നെയാണ്. രണ്ടും ഗോവിന്ദ് തന്നെയാണ്. വളരെ തിയേറ്റർ ഡിസൈനിൽ വന്നിട്ടുള്ളതാണ്. മറ്റേത് ഓൾറെഡി നമുക്കറിയാം അത് തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു റെസ്പോൺസ് ഉണ്ടാവുക എന്നുള്ള മുൻവിധിയോട് കൂടിയിട്ട് തന്നെയാണ് അത് തിയേറ്ററിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ വള അങ്ങനെയാണ് നമ്മൾ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിൽ ഗോവിന്ദ് ഒരു വേഷം ചെയ്യുന്നുണ്ട്, പിന്നെ കൂട്ടേട്ടൻ ഒരു 3 കപ്പിൾ പരിപാടിയിൽ നിന്ന് തുടങ്ങി പല യാത്രകൾ ചെയ്ത് അവസാനിക്കുന്ന ഒരു പടമായിട്ടാണ് വള ഉള്ളത്. എക്സ്പെക്റ്റേഷൻ ലെവലുണ്ട്. ഗോവിന്ദ്, ഞാൻ ഒത്തിരി കാലമായിട്ട് ഗോവിന്ദിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ കിട്ടിയപ്പോഴോ ഇന്നലെ നൈറ്റ് വിളിച്ച് പറയുന്നു ഇന്ന് രാവിലെ ഗോവിന്ദ് ഉണ്ടെന്ന്. അപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. എന്താണെന്നറിയോ, എനിക്കൊരു പ്രിപ്പറേഷനുള്ള ടൈമില്ല. പക്ഷേ ഗോവിന്ദനെ വിട്ടുകളയാനും വയ്യ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ എന്താണെന്ന് വെച്ചാൽ പിടിക്കാം എന്ന് വിചാരിച്ചതാണ്. ഞാൻ ആദ്യമേ തന്നെ ഗോവിന്ദ്, ഞാൻ ഒരു സാധനം ചോദിച്ചോട്ടെ. ഈ കാതലേ കാതലേ എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാ. അതിനകത്ത് ഈ ടൈം കോഡ് വരെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1:27 സാധനം കേൾക്കുന്നുണ്ട്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് മനസ്സിലായില്ല. അതൊന്ന് കേട്ടിട്ട് അസാധ്യമായിട്ടുള്ള മൂഡ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് വെയിൽ കോളാണ് ബേസിക്കലി. അത് പാട്ടുണ്ടാക്കിയപ്പോൾ എൻ്റെ ഐഡിയ ഇത് പടത്തിനകത്ത് ഉണ്ടായിരുന്ന പാട്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയ സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഫ്രീഡം എടുത്ത്
എൻ്റേതായിട്ടൊരു രീതിയിൽ ചെയ്തത്. അതുകൊണ്ട് ഈ ഫസ്റ്റത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെ ബേസിക്കലി ഒരു അണ്ടർ വാട്ടർ എക്സ്പീരിയൻസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് കുറച്ച് കിളികളുടെ ശബ്ദവും പിന്നെ നേരെ കുറച്ച് വെള്ളം സ്പ്ലാഷ് ചെയ്യുന്ന സൗണ്ടും പിന്നെ വെയിലിൻ്റെ സൗണ്ടും തുടങ്ങുമ്പോഴാണ് പിന്നെ വയലിൻ തുടങ്ങുന്നത്. സോ വെയിലിൻ്റെ ആ സൗണ്ട് ബേസിക്കലി ഒരു പണ്ട് വായിച്ചൊരു പോയട്രിയുടെ വെയിലും പക്ഷിയും തമ്മിലുള്ളൊരു പ്രണയം, അവരൊരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. പക്ഷെ വി ആർ ഇൻ ലവ്, ബട്ട് അവർക്ക് ഒരിക്കലും ഒരുമിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിംബോളിക് സാധനം വെച്ചിട്ടാണ് ഞാനത് പിടിച്ചത്. അങ്ങനെയാണ് അത് ആ സൗണ്ട് ഞാൻ എടുത്തത്. അതിൽ നിന്ന് ഏറ്റവും നല്ല മ്യൂസിക്കലി ആപ്റ്റ് ആയിട്ടുള്ള ടൂൺ വെച്ചിട്ട് അവിടെ വെച്ചു എന്നുള്ളൂ. ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന സങ്കടം വളരെ വലുതാണ്. നിങ്ങൾ ലവ് സോങ് ആണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ സങ്കടപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ബേസിക്കലി സാധനം വെച്ചത്. ഒരു മെലങ്കളിക് സാധനം വരുത്താൻ വേണ്ടി തന്നെയാണ് ആ ഒരു സാധനം വെച്ചിരിക്കുന്നത്. ഈ പ്രണയത്തിൽ പലപ്പോഴും നമ്മൾ ഈ വിരഹമാണ് അല്ലെങ്കിൽ നഷ്ടപ്രണയമാണ് ഏറ്റവും കൂടുതൽ ഹിറ്റാവുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ 96 ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് കിടക്കും. അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സ്റ്റിൽ ആക്റ്റീവ്. സ്നേഹത്തിന് അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോഴല്ല അത് അവസാനിക്കുള്ളൂ. അതെ, നമ്മൾ വിചാരിക്കുമ്പോൾ നിർബന്ധമില്ലല്ലോ. അത് നമ്മുടെ ഉള്ളിൽ അങ്ങനെ തന്നെ കിടക്കും. 4 സ്നേഹം തന്നെ. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ മ്യൂസിക്കും നമ്മളിപ്പോഴും ആഘോഷിക്കുന്നുണ്ട്. അതൊരു 96 മ്യൂസിക് ഒന്നും അല്ല, നമ്മളെ ഇപ്പോഴത്തെ യങ് മ്യൂസിക്കാണ്. ഈ വയലിനെ അതിനകത്ത് പലതരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചെറുപ്പത്തിൽ വയലിനോട് അത്ര ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു, ടെക്നിക്കലി തന്നെ അത് പഠിക്കാൻ ശ്രമിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ നോക്കൂ, ഒരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കിട്ടിയ ഒരു സോങ്ങിൽ തന്നെ വയലിൻ പോർഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. ആ കോൺട്രഡിക്ഷൻ ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ്. അത് ശരിയാ, കോൺട്രഡിക്ഷനാണ്. പക്ഷെ വയലിൻ എനിക്ക് കുറെ കൂടി എക്സ്പ്രസ് ചെയ്യാൻ എളുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ട്. മേ ബി അതൊരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവമായിട്ട് വരുന്നതായിരിക്കും. എനിക്ക് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ് കുറെ ഗിറ്റാറും പിയാനോ ഒക്കെയാണ്. പക്ഷെ വയലിൻ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറെ കൂടി എളുപ്പത്തിൽ സഹായിക്കാറുണ്ട്. ഇപ്പോൾ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇപ്പോൾ കഠിനത്തിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളിൽ ഞാൻ കമ്പോസ് ചെയ്തത് പലതും വയലിൻ വെച്ചിട്ടാണ്. വയലിനും ഞാൻ പാടിയതൊക്കെ വെച്ചിട്ടാണ്. അത് ഇവനെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. യാറബയൊക്കെ ഞാൻ ആദ്യം കമ്പോസ് ചെയ്യുന്നത് വയലിൻ വെച്ചിട്ടാണ്. ഇവൻ അയച്ചു കൊടുക്കുമ്പോൾ ഞാൻ പാടിയിട്ട് അയച്ചു കൊടുക്കുക. അങ്ങനത്തെ അതിലൊരു അൺപ്രഡിക്റ്റബിലിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. പാടുമ്പോൾ എനിക്ക് എൻ്റെ ഈ പറയുന്ന നോളജും ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതാവാൻ നോക്കും. വയലിനാകുമ്പോൾ എനിക്ക് വി റിയലി ഡോണ്ട് നോ വാട്ട് കംസ് നെക്സ്റ്റ്. അപ്പം അങ്ങനത്തെ അൺപ്രഡിക്റ്റബിലിറ്റി എനിക്ക് ഭയങ്കര ഉപകാരപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും ക്രിയേറ്റീവാണത് പ്രോസസ്സ്. ഈ കാതലയിൽ പല സ്ഥലത്ത് ഇങ്ങനെ വായിച്ച് പലതും വായിച്ചു വന്നിട്ടാണ് നമ്മൾ അവിടെ വന്നിട്ടൊരു ഹൈ തരുന്നൊരു സാധനത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു രോമാഞ്ചമുണ്ട്. ഭയങ്കര രസമല്ലേ? അത് നിങ്ങൾ ഇമാജിൻ ചെയ്തിരുന്നോ? എനിക്കങ്ങനെ പറ്റാറില്ല. കാരണം ഞാൻ എല്ലാ സാധനങ്ങളും പലതും വയലിൽ കമ്പോസ് ചെയ്യുന്നതുകൊണ്ട് അത് കേൾക്കുന്നവരുടെ ഇങ്ങനെ കേൾക്കുമ്പോഴാണ് രസം. എനിക്കത് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള വേറൊരു ഫീലിലാണ് ഞാൻ ആ കാതൽ എപ്പോഴും കേൾക്കുന്നത്. ബാക്കിയുള്ളവർ എങ്ങനെ കേൾക്കുന്നത് എനിക്കിപ്പോഴും അറിയില്ല. ഈ ചിമ്മയെ അതിനകത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഗോവിന്ദൻ്റെ ശബ്ദം തന്നെ അതിനകത്തേക്ക് ഉപയോഗിക്കണമെന്ന് പറയുന്നത് തീരുമാനമെടുക്കുന്നതും എങ്ങനെയാണെന്ന് പറയുമോ? ചിന്നി കാതലക്കൊക്കെ വളരെ മുമ്പ് തന്നെ പ്രൊജക്റ്റിൻ്റെ മെയിൻ ആളുകളിൽ ഒരാളായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്ലാനിലുണ്ടായിരുന്നു ചിന്നി തന്നെ ആയിരിക്കണം ഡബ് ചെയ്യേണ്ടതെന്നുള്ളത്. ഡബ് ചെയ്യുന്ന ആൾ തന്നെ ആയിരിക്കണം പാടണം എന്നുള്ളത്. സിംഗറാണല്ലോ ആക്ട്രസ്. അപ്പോൾ അതുകൊണ്ട് ചിന്നി ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ട്, തൃഷയ്ക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും കറക്റ്റായിട്ട് ആ ഏജ് വൈസും എല്ലാം കറക്റ്റാകും. പിന്നെ പുള്ളിക്കാരുടെ സൗണ്ടിലൊരു മെലങ്കളി ഉണ്ട്. അപ്പോൾ നാച്ചുറലി ഒരു മെലങ്കളി ഉണ്ട്. അപ്പോൾ അതും ഓൾറെഡി 4-5 പാട്ട് അതിനകത്ത് എല്ലാ പാട്ടും പാടിക്കഴിഞ്ഞതിന് ശേഷമാണ് കാതലക്കാർ ഏറ്റവും അവസാനം റെക്കോർഡ് റിലീസിന് വളരെ കുറച്ച് ദിവസം മുമ്പാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു നാച്ചുറൽ ഓപ്ഷൻ ആയിരുന്നു. പിന്നെ എൻ്റെത് വെക്കാനുള്ള കാരണം വേറെ ഒരു മറുത്തൊന്നും പറഞ്ഞില്ല. അല്ല, സാധാരണഗതിയിൽ ഒരു വൈമുഖ്യം ഉണ്ട് അങ്ങനെ ഉപയോഗിക്കേണ്ട. ഞാൻ സാധാരണ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. എൻ്റെ വോയിസ് ഡയറക്ടേഴ്സാണ് മെയിൻ പ്രശ്നം. ആക്ച്വലി ഇവരാണ് മാറ്റാൻ സമ്മതിക്കാത്തത്. അതിപ്പോൾ പല മ്യൂസിക് ഡയറക്ടേഴ്സും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇവരെപ്പോലുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പ്രശ്നം. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ നമുക്ക് തരുന്ന റഫ് ഉണ്ടല്ലോ, സ്ക്രാച്ച്, അതാണ് പ്രശ്നം. ഈ സ്ക്രാച്ച് ഇവൻ്റെ വോയിസിലായിരിക്കും. അതിനിപ്പോൾ ഹമ്മിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും റിത്തം വൈസുള്ള സാധനം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം ഇവൻ്റെ വോയിസിൽ നമ്മൾ കേൾക്കുന്നത്. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ സീൻ എഡിറ്റ് ചെയ്യുന്നു. സീൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്നിട്ട് അതിനൊരു ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ സ്റ്റക്കായി. ആ ഫീല് പോയി. നമ്മളിത് കേട്ട്
പ്രേം ഒരിക്കൽ ബിഹൈൻഡ് വുഡ്സിൻ്റെ ഒരു സാധനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇവൻ ചെയ്തു വെച്ച സാധനത്തിൻ്റെ ഇവൻ്റെ ഓൺ വോയിസിൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും തേക്കില്ല, മാറാൻ പറ്റില്ല. എന്നിട്ട് ഇവൻ പറയാം അതല്ല അവിടെ ഫ്ലൂട്ടാ വരണ്ടേ, ഫ്ലൂട്ട് വേണ്ട ഇത് മതി. ഇങ്ങനെ നമ്മൾ നിർബന്ധിച്ചിട്ട് വെപ്പിക്കേണ്ടി വരും. പിന്നെ ചിലത് പിന്നെ ഫ്ലൂട്ട് കയറിപ്പോവും. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഇവനുണ്ട്. ഇവൻ്റെ കൂടെ വർക്ക് ചെയ്ത സകല മനുഷ്യന്മാരോട് ചോദിച്ചു കഴിഞ്ഞാലും ഈ സാധനം പറയും. ഇയാളുടെ ഉള്ള് ഈ വയലിൽ ഭയങ്കരമായിട്ട് പ്രതിഫലിക്കുന്നത് നമ്മൾ കാണും. അപ്പം തന്നെ നമ്മൾ അതിനകത്ത് വീണ് കൊടുക്കുകയെ പിന്നെ എണീറ്റ് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു അവസ്ഥ ഉണ്ടാക്കും. അപ്പോൾ അഹമ്മദ് കബീറുമായിട്ട് ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ഒരു ഫോട്ടോൻ്റെ മുകളിൽ തുടങ്ങിയ ചാറ്റാ. അപ്പോൾ കബീർ പറഞ്ഞ് നമ്മുടെ ലക്കാണ് ഗോവിന്ദ് എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ മജീഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ ലക്കാണ് ഗോവിന്ദ് എന്നുള്ളത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈസ് എ മജീഷ്യൻ, ഇരുത്തിക്കൊണ്ട് തന്നെ പറയും ഈസ് എ മജീഷ്യൻ, നമ്മുടെയൊക്കെ ലക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോവിന്ദിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്ന സാധനം. ഇതുവരെ ഞങ്ങൾ തമ്മിലൊരു അടി ഉണ്ടാവുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. ചിലപ്പോൾ അടുത്ത പടത്തോട് കൂടിയിട്ട് ചിലപ്പോൾ അടി ഉണ്ടാവുന്ന ഘട്ടത്തിലേക്ക് എത്താം. ഇതിൽ തുടങ്ങി വെച്ചോ. അപ്പോൾ അഭിപ്രായ വ്യത്യാസം നമുക്ക് ഒരുപാട് ഉണ്ടാകാറുണ്ട്. അല്ല, പക്ഷേ ഈ ഗോവിന്ദിൻ്റെ ഉള്ളിലേക്ക് തന്നെ ചുരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട് പലപ്പോഴും. ഈ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, വർത്തമാനം പറയുമ്പോഴൊക്കെ ഈ സോ കോൾഡ് അതിൽ ഇൻഡിപെൻഡൻറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഈ മനുഷ്യൻ വേറെ ആണെന്നുള്ളത് മനസ്സിലാക്കിയതാണ്. അപ്പോൾ സോ കോൾഡ് അതിനകത്ത് നിൽക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആൾക്കാരെ അഡ്രസ്സ് ചെയ്തിട്ട് ഈ സാധനം ഒരു സന്തോഷമാണ് കൊടുക്കേണ്ടത്, ഇങ്ങനെ സന്തോഷം അങ്ങേർക്ക് വലിയ താല്പര്യമില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ അതെ ഫോഴ്സ് കൂടി ചെയ്യിപ്പിക്കാൻ ചെല്ലുമ്പോൾ എന്ത് പറയും, ഇത് ഈ ജീവി കടിക്കുമോ? അതാണ് ചോദ്യം. ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു സാധനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കഠിനം ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഇന്നാവുന്നത് ഗോവിന്ദ. നമ്മളൊരു നടനെയോ അല്ലെങ്കിൽ ക്യാമറമാനെയോ അങ്ങനെയൊന്നുമല്ല, ഫസ്റ്റ് മ്യൂസിക് ഡയറക്ടറാണ് ഇന്നാവുന്നത്. ഗോവിന്ദാണ് കഥ കേട്ട് ഫസ്റ്റ് നമ്മുടെ കഠിനത്തിലേക്ക് ഇന്നായിട്ട് വരുന്ന ആള്. മ്യൂസിക് ഡയറക്ടറാണ് ഫസ്റ്റ് ആദ്യം. അവിടെ ഒരു ചെറിയ റാപ്പ് വർക്കായി. ഞാനിത് മുമ്പത്തെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് കോൾ ഗോവിന്ദിന് കണക്റ്റ് ആവുന്നത്, ഗോവിന്ദ് പേടിച്ചിട്ടാണ് ഫോൺ എടുക്കുന്നത്. ആരോ എൻ്റെ പേര് മറ്റേ ട്രൂ കോളറിൽ ഷെയ്ത്താൻ ഷൂ എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇവൻ സ്പാമാണോ ഇത്, എന്ത് ഷെയ്ത്താൻ ഷൂ കോളിങ്, ഇത് എന്താ? ഈ റാപ്പ് പോലെയാണ് ഞങ്ങൾ ഫസ്റ്റ് കണക്റ്റ് ആവുന്നത്. അവിടുത്തെ പിന്നെ ഇതുവരെയുള്ള ജേണി എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ള ജേണിയായിരുന്നു. പക്ഷേ എങ്കിലും ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, ഇപ്പോൾ നമ്മൾ കമേഴ്സ്യൽ പ്രോഡക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്, ഈ മനുഷ്യനെ കമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റും. ഈ മനുഷ്യൻ കമേഴ്ഷ്യലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം ആളുകൾക്ക് വേണ്ട സാധനം, അത് സെല് ചെയ്യപ്പെടും, കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടും. അതിന് പ്രത്യേകമായിട്ട് നമ്മൾ പണിയൊന്നും കൊടുക്കണ്ട, വിട്ടുകൊടുത്താൽ മതി. നമ്മൾ കൊടുത്ത സാധനം എന്താണ് അത് നോക്കിയിട്ട് പിന്നെ ഒരു മീറ്റർ ഉണ്ട്. പിന്നെ അതിന് മുന്നേ നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ ഈ പടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പടത്തിലൊരു ക്യാരക്ടർ ഗോവിന്ദ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്തുകൊണ്ട് എനിക്ക് കൂടുതൽ പണിയൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ കൊടുക്കേണ്ടി വന്നിട്ടില്ല. കഠിനത്തിൽ തീരെ എനിക്ക് പണിയെടുക്കേണ്ടി വന്നിട്ടില്ല എന്ന് വേണേൽ പറയാം. അവൻ്റെ ഏരിയ ആയിരുന്നത്, ഗോവിന്ദിൻ്റെ ഏരിയ ആയിരുന്നു ആ മറ്റേ വിഷാദം അല്ലെങ്കിൽ ഇമോഷൻസ് എന്നൊക്കെ പറയുന്ന സാധനം. ഇതിലങ്ങനെയല്ല, ഇതിൽ കുറച്ചും കൂടെ വേറെ കൈൻഡ് ഓഫ് മ്യൂസിക്കാണ്. പക്ഷെ അതും എൻ്റെ ഉള്ളിലുണ്ട്. ഇത് നമ്മൾ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അതിൻ്റെ ബേസ്. വയലിനെ കുറിച്ചൊരു കാര്യം കൂടെ, ഈ നമ്മുടെ കേരള ക്രൈം ഫയൽസിനകത്ത് ആ ഇമോഷണൽ സീനുണ്ട്, ആ കുട്ടി, ആ പാമ്പ്, ആ സ്പേസിൽ ഹിഷാമിൻ്റെ ഹമ്മിങ് വരുന്നതിന് മുമ്പ് ഒരു പീസും അവിടെ വയലിൻ്റെ ബാക്കിങ് ചെയ്തിട്ടുള്ള, അത് ഗോവിന്ദാണ് വായിച്ചതെന്നുള്ളത് ഹിഷാം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതാണ് ഏറ്റവും ക്രൂഷ്യൽ സ്റ്റേജാണത്. ആ സ്റ്റേജിൽ ഗോവിന്ദനെ തന്നെ കൊണ്ടുവന്നു എന്നുള്ളത് ഹിഷാമിൻ്റെ ഭയങ്കര ഒരു ബുദ്ധിയാണ്. അപ്പോൾ എന്ത് പറഞ്ഞിട്ടാ ശരിക്കും വിളിക്കണേ? ഒരു ചെറിയ പീസ്. എനിക്ക് അഹമ്മദിനെ നന്നായിട്ട് പരിചയം. അഹമ്മദിൻ്റെ കഴിഞ്ഞ പടം ഞാൻ ചെയ്തായിരുന്നു, അപ്പോൾ മധുരം. പിന്നെ അപ്പോൾ അന്ന് എനിക്ക് നല്ല പരിചയമുണ്ട്. പിന്നെ എന്നെ അഹമ്മദാണ് വിളിക്കുന്നത്, ഇങ്ങനെ ഒരു വയലിൻ പീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ സാധാരണ അങ്ങനെ പുറത്ത് പോയി വായിക്കൽ കുറവാണ്. ഞാൻ അധികം അങ്ങനെ വായിക്കാറില്ല. ഞാൻ പുറത്ത് വിളിക്കാറുമില്ല അങ്ങനെ പുറത്തുനിന്ന്. പക്ഷെ എന്നാലും വളരെ സെലക്റ്റീവായിട്ട് വായിക്കാറുള്ളൂ. അപ്പം ഇത് അഹമ്മദും വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ അവനെനിക്ക് സാധനം അയച്ചു തന്നു. അപ്പോൾ സാധനം ഒരു ഐഡിയ എനിക്ക് ഹിഷാമ അയച്ചു തന്നു. സാധനം കേട്ടപ്പോഴത്തെ ഓക്കെ ഇത് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനമാണെന്ന് പറഞ്ഞ് ഞാൻ പോയത്. പിന്നെ എനിക്ക് വിഷ്വൽ കാണിച്ചു തന്നു ആ സമയത്ത് തന്നെ. ഞാനത് മുമ്പത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താ നടക്കുന്നത്. അപ്പോൾ എനിക്ക് പർട്ടിക്കുലർ സാധനം എനിക്ക് പറഞ്ഞു തന്നു, വിഷ്വൽ കാണിച്ചു തന്നിട്ടാണ് വായിപ്പിച്ചത്. നൈസായിരുന്നു, അത് വർക്കൗട്ടായി എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടപ്പോൾ
ഹാപ്പി. അതിൻ്റെ ഗുണം അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹിഷാമിൻ്റെ ഹമ്മിങ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് അവസാനം ഹമ്മിങ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതിയ ഹമ്മിങ് വേണം എന്നായിരുന്നു എനിക്ക് തോന്നിയത്. ഡയറക്ടർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ മൈക്ക് മാറ്റി വെച്ചിട്ട് കമ്പോസ് ചെയ്താൽ മതി എന്ന് പറയാറ്. ഇത്തരം ടെംപ്ടേഷൻസ് വരുമല്ലോ, നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആകുമ്പോൾ നമുക്ക് ഉള്ളിൽ തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വയലിനൂടെ എക്സ്പ്രസ് ചെയ്യാൻ ചെയ്യുമ്പോൾ, പക്ഷേ ഈ പ്രോഡക്റ്റിനെ അത് ബാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇത് ഫോഴ്സ്ഫുള്ളി ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും നമ്മൾ. അത് ഉറപ്പായിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്ന നമ്മളൊരു സിനിമയിലേക്ക് എഗ്രിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്ന ഒരു ബിസിനസ്സും ഇൻഡസ്ട്രിയും ആണല്ലോ, നമ്മുടെ ഒരു പാഷൻ പ്രോജക്റ്റ് മാത്രമൊന്നുമല്ലല്ലോ. അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് വർക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ബി റെഡി ഫോർ എൻ്റെ സാധനങ്ങൾ മാത്രമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൽ വലിയ അർത്ഥമില്ല. ഇതൊരു ടീം വർക്കാണ്, ഇതൊരു ഫുട്ബോൾ പോലത്തെ പരിപാടി. ഞാൻ പാസ് ഇട്ട് കൊടുത്ത് അവൻ എനിക്ക് തിരിച്ച് പാസ് ഇട്ട് തരുന്നുള്ള വിശ്വാസത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എൻവറോൺമെന്റിൽ ആണ് സിനിമ ഷൈൻ ചെയ്യാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ യാരോയ്ക്ക് കമലഹാസൻ സാറിനെ കിട്ടുന്നത് ലാലേട്ടനെയും ദാസാറിനെയും ശ്രമിച്ചില്ല, മനസ്സിലെത്രയൊക്കെയായിരുന്നു ഐഡിയ. എന്നിട്ട് പക്ഷേ കിട്ടിയത് അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇനിയിപ്പോ ഇവരെ അല്ല, അത് കറക്റ്റായിരുന്നു. എൻ്റെ അടുത്ത് പ്രേമണനാണ് ആക്ച്വലി തോട്ടിട്ട് വന്നത്, കമലഹാസൻ എന്നുള്ള സംഭവം. നടക്കാൻ പോകുന്നില്ല, എന്തിനും വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഞാൻ പറഞ്ഞു. പിന്നെ പാട്ട് സൂര്യ സാർ മുഖേന അയച്ചു കൊടുത്ത് പുള്ളിക്ക് 2 പാട്ടും ഇഷ്ടപ്പെട്ടു. ഒരു മീറ്റിംഗ് എടുത്തു, മീറ്റിംഗ് പോയി കണ്ട് പുള്ളിയുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ പുള്ളി വന്ന് പാടിത്തരുന്നതൊക്കെ ഭയങ്കര സർറിയലാണ്. അതായത് ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ പ്രൈം എക്സാമ്പിളാണ്. എത്തിക്സ് എന്നൊക്കെ പറഞ്ഞാൽ വന്ന് നേരെ സ്റ്റുഡിയോക്കകത്ത് കയറുന്ന 2 പാട്ടും പാടി കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക്. ആൻഡ് എല്ലാ തരത്തിലുള്ള ആർട്ടിസ്റ്റിക്കൽ സാധനമുണ്ട്. അതായത് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഈ സാധനം ഓക്കെ ആയിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പുള്ളി. പക്ഷെ അർത്ഥം ലിറിക്സ് റൈറ്ററോട് പ്രൊനൗൺസിയേഷൻ ഒന്ന് മാറ്റി പിടിച്ചാലോ ഒന്നും, അങ്ങനെയുള്ള ഭയങ്കര ജെന്യുവനായിട്ടാണ് അവരുടെ ഓരോ വർക്കിനെയും കാണുന്നത്. അത് നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും വളരെ ജെന്യുവനായിട്ടാണ്. ഞാനും ഒരുപാട് കൂറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ജെന്യുവനായിട്ടാണ് പാട്ട് ചെയ്യുന്നത്. ഞാൻ ആ പാട്ട് ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അത്ര അതിനെ, അതാണ് എൻ്റെ റിസൾട്ട്, ഞാൻ അത്രേ കാണുന്നുള്ളൂ. ആരോ ഞാനത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഹാപ്പിയാണ്. ഈ സാറിൻ്റെ ശബ്ദം ആദ്യമായിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുന്ന സമയത്ത് സാറകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, എന്തായിരുന്നു ഒരു ഫീല്? എനിക്ക് ആദ്യത്തെ കുറച്ച് നേരമൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര അപ്പുറമാണ് തമിഴ് ഓഡിയൻസിന് കമലഹാസൻ്റെ വോയിസ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ എത്താൻ പറ്റില്ല, നമുക്ക് ഇമോഷണലി അവിടെ എത്താൻ പറ്റില്ല. നമുക്ക് അത് നമ്മൾ ലാലേട്ടൻ മമ്മൂട്ടി എന്ന് പറയുന്ന പോലെ അവർക്ക് നമ്മുടെ ഫീൽ എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. ഭയങ്കര സ്റ്റാർസ് ആണെന്ന് അറിയണ്ടാവുള്ളൂ. പക്ഷേ വൺസ് കമലഹാസൻ്റെ ഒക്കെ ശബ്ദത്തിൻ്റെ എഫക്റ്റ് ഞാൻ കാണുന്നത് എൻ്റെ ചുറ്റുള്ള ആൾക്കാരിലാണ്. കാർത്തിയൊക്കെ ഉണ്ടായിരുന്നു, പുള്ളിയൊക്കെ കരയാൻ തുടങ്ങി, ലിറ്ററലി കരയായിരുന്നു 2ാമത്തെ 3ാമത്തെ വരിക്കൊക്കെ. അപ്പം അത് ഈ പാട്ടിൻ്റെ ശക്തി കൊണ്ടല്ല അത് ഈ മനുഷ്യൻ്റെ തൊണ്ടയിൽ കൂടെ അത് വരുമ്പോഴുള്ള ഒരു ട്രാൻസ്ലേഷൻ സാധനമുണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. നമുക്ക് ആ പാട്ടും ശബ്ദത്തിൻ്റെ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു വർഷങ്ങളുടെ അവരുടെ ഒരു എന്താ പറയുക, ജീവിതത്തിൽ അയാൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനത്തിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടില്ല. അത് ഞാൻ അവിടെയാണ് കാണുന്നത്. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു അത് കാണാൻ. ഇങ്ങനെ ഓരോ പടയാളികളായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, ഡയറക്ടറും എല്ലാവരും. അടിപൊളി. ഈ വളയുടെ സോങ്സിനെ കുറിച്ച് പറയാം. ഞാൻ 3 സോങ്ങും കേട്ടു, പക്ഷെ എൻ്റെ തലക്കകത്ത് എല്ലാം ഇങ്ങനെ ലിറിക്സ് ഒന്നും തലക്കകത്ത് ഇല്ല. അതുകൊണ്ട് ഒന്ന് ഹിന്ദി ഉണ്ടല്ലേ, ഹിന്ദി ഉണ്ട്, ഒന്ന് മലയാളം സോങ് തന്നെ, ഇനി ഇംഗ്ലീഷ് ഉണ്ട്, ഇറങ്ങാനുണ്ടല്ലേ, ഒരു സംസ്കൃതം ഉണ്ട്. അതെന്താ എല്ലാ ലാംഗ്വേജും പിടിക്കാന്ന് വിചാരിച്ചു? ഇല്ല, അത് അങ്ങനെ ഫോഴ്സ്ഫുള്ളി പിടിച്ചില്ല. സിനിമ ഒരു മ്യൂസിക്കലാണ് ആക്ച്വലി. ഓൾമോസ്റ്റ് ഒരു 10 പാട്ടുണ്ട് പടത്തില്. അത് നമുക്കിങ്ങനെ ഇൻഡിപെൻഡന്റ് പാട്ടുകളായിട്ടല്ല അതിൽ ഒഴുകി പോകുന്ന ആ രീതിയിലാണ്. മ്യൂസിക്കലി ആണ് പടം, കംപ്ലീറ്റ്ലി ഒരു മ്യൂസിക്കൽ ജേണിയാണ്. അപ്പോൾ ഇതിൽ ഈ പാട്ടുകളായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും കുറച്ച് അധികം എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ളൊരു മ്യൂസിക്കൽ പാക്കേജാണ് വള. വർത്താനം പറഞ്ഞ് ചെയ്തു പോയോ, അതേ ഇത് കൊണ്ടു കൊടുത്തിട്ട് ഗോവിന്ദനെ വെറുതെ അഴിച്ചു വിട്ടു? ഞങ്ങൾ അത്യാവശ്യം സമയമെടുത്ത് ചെയ്തത് ആക്ച്വലി. കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. കഠിനമൊക്കെ പെട്ടെന്ന് തീർന്നത്. ഇത് നല്ല പണിയെടുത്തിട്ട് ഞങ്ങൾ ഇത്
എന്ന് വെച്ച് കഴിഞ്ഞാൽ നറേറ്റീവിന് പടത്തിന്റെ നറേറ്റീവ് മ്യൂസിക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. വെറുതെ ബാക്കിങ് മാത്രമല്ല, ഇത് മോർ ലൈക്ക് എ ഫോർ ഫ്രണ്ട് പ്ലെയർ ആണ് ഇതിനകത്ത്. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ടെമ്പോ പിടിച്ചിട്ടുള്ള പരിപാടി. അപ്പോൾ ഓരോ എഡിറ്റുകളും മ്യൂസിക്കിനനുസരിച്ച് എഡിറ്ററൊക്കെ നല്ലവണ്ണം പണിയെടുത്തിട്ടുണ്ട്. പുള്ളിന്റെ തിയറി വിളിച്ച് കൊണ്ടുണ്ടാവും. മ്യൂസിക്കിനനുസരിച്ച് പതുക്കെ എഡിറ്റ് മാറ്റി ആകാം. സ്റ്റിച്ചിങ് ഒക്കെ മ്യൂസിക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഈ പാട്ടുകളും ഇങ്ങനെ വന്നു പോകുന്നതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് നല്ലോണം പണി ഇരുന്ന് ചെയ്തിരിക്കുന്നു. ചില സ്പേസിലൊക്കെ വീണ്ടും റീഡൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ചെയ്തു. അത് വേണം. അത് ഇല്ലെങ്കിൽ പിന്നെ എക്സ്പെരിമെന്റിൽ ഒരു സുഖമല്ലേ. അതെ. ഞാൻ ഈ അഞ്ചക്കളക്കൊക്കാൻ കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മ്യൂസിക് ഡയറക്ടർ എഡിറ്ററും കൂടെ, എത്ര നിങ്ങളത് അടികൂടി എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 50 പ്രാവശ്യമെങ്കിലും അഴിച്ചു പണി, അത് അങ്ങനെ ആവില്ല, നമുക്ക് അറിയാം. അപ്പൊ അതിന് അങ്ങനെ ഒരു അസാധ്യ പണി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും എഡിറ്റും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂസിക്കും പാടിയതും ലിറിക്കൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അതിപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പം ഞങ്ങൾ കുറേ സാധനങ്ങൾ ഇതിനകത്ത് എനിക്ക് പുതുതായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നു. പലതും ഞാൻ ഇതുവരെ ചെയ്യാത്ത കുറേ സാധനങ്ങൾ ഇതിന് ചെയ്യേണ്ടതുണ്ട്. ഇവനും അങ്ങനെ അത്രയും പരിചയമുള്ള ഒരു ജോണറേ അല്ല ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇറ്റ്സ് എ ഫൺ. അതായത് പുതിയ വഴി വിട്ടുമ്പോഴുള്ളൊരു തെളിച്ചക്കുറവുണ്ടല്ലോ. ആ തെളിച്ചക്കുറവുകൾ ഉണ്ടാകുന്ന കൺഫ്യൂഷനുകൾ ഉണ്ടായിട്ടുണ്ട്. ആഫ്റ്റർ ഓൾ ദാറ്റ് ഇസ് ദ ഹോൾ പോയിന്റ്. അറബിക് സോങ് തുടങ്ങുന്ന ഇക്ലീലി എന്താ ഇതിന്റെയൊക്കെ അർത്ഥങ്ങളൊക്കെ എപ്പോഴാണ് നമ്മൾ വഴിയെ പറയും. അങ്ങനത്തെ ഒരുപാടുണ്ട്. പ്രോപ്പർ അറബിയാണ് ആണല്ലേ. ഞാൻ ഈ അറിവില്ലേ, നമ്മുടെ എൻജോയ്മയുടെ അറിവിനെ കാണുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഈ എൻജോയ്മ ഇറങ്ങിയതിന് ശേഷം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് മേഖലയിൽ ഭയങ്കര ഒരു ഉണർവ് ഉണ്ടാക്കി ആ പാട്ട്. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിലൊക്കെ ഭയങ്കര ഒരു അലയൊലി ഉണ്ടാക്കി, ഇവിടെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അറിവിനോട് സംസാരിച്ചപ്പോൾ അറിവ് പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ കേരളത്തിലുള്ള തൈക്കുടം ബ്രിഡ്ജും മ്യൂസിക് മൊജയൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ സോങ്ങിലേക്ക് വരുന്നു എന്ന് പറയുന്ന അറിവിന്റെ ഒരു വർത്താനമുണ്ട്. അത് കേട്ടോ ഞാൻ തിരിച്ച് ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അറിവ് വളരെ രസമായിട്ട് അത് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നി. ഈ തൈക്കുടം തുടങ്ങുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞ അച്ഛനും എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ ഒരു പരിപാടി പിടിക്കുക എന്ന് പറയുന്നത് അസാധ്യ സംഭവമാണ്. അതിൻ്റെ കോൺസെപ്റ്റ്, എന്നിട്ട് അത് വർക്കൗട്ട് ആയതൊക്കെ അതൊന്ന് ഓർക്കോ? ഈ തൈക്കുടം ബ്രിഡ്ജ് 2013 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആ സമയത്ത് പ്രോഗ്രാമറായിരുന്നു കുറെ കാലം. പിന്നെ എൻ്റെ ആദ്യത്തെ സിനിമ, ഐ മീൻ ഫുൾ ഫ്ലഡ്ജ് മ്യൂസിക് ഡയറക്ടറായി സിനിമ ചെയ്യുന്ന 2013 മറ്റേ നോർത്ത് 24 കാതം ഇറങ്ങുന്നതും തൈക്കുടം ഫോം ചെയ്തതും ഒരേ സമയത്ത്, ഒരേ 1-2 ഡേറ്റ്സ് അങ്ങോട്ട് വ്യത്യാസമുള്ളൂ. രണ്ടും ഒരേ സമയത്താണ് ലോഞ്ച് ആവുന്നത്. പിന്നെ അതൊരു ചുമ്മാ ഒരു വെക്കേഷൻ പരിപാടി പോലെ ചെയ്തതാണ് തൈക്കുടം. എൻ്റെ വിദൂര സ്വപ്നങ്ങളിലില്ല. കാരണം ബാൻഡ് തുടങ്ങി ഇവിടെ ജീവിക്കാൻ പറ്റുമെന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല ആ സമയത്ത്. ഇവിടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് യാതൊരു വിലയില്ലാത്തൊരു നാടാണ് നമ്മൾ. ആ സമയത്ത് ഒട്ടുമില്ല. പക്ഷെ ആ സമയത്ത് ഈ പറയുന്ന ഒരു ടൈമിന്റെ പ്രൊഡക്റ്റ് ആയിരുന്നു. ആ സമയത്ത് മറ്റേ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒന്നും ആ സമയത്ത് ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെ ഫേമസ് ആയിട്ട്. അപ്പോൾ പാട്ടുകൾ കവേഴ്സ് ചെയ്യുന്നതും പുതിയ ബാൻഡുകൾ വരുന്നതൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്തിരുന്നു. മ്യൂസിക് മോജോ, ജോബിന്റെ സാധനങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വന്ന ഒരു റെവല്യൂഷന്റെ ഭാഗമായിട്ട് വന്ന കുറെ ആൾക്കാരുകളിലൊന്നാണ് ഞങ്ങൾ. അപ്പൊ ആദ്യത്തെ ഒരു കൊല്ലം ഫുൾ ചുമ്മാ ജോളി അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഷോസ് ചെയ്ത് നടക്കാന്നുള്ളൊരു, എന്നിട്ട് പരിപാടി നിർത്താന്നുള്ളതിനായിരുന്നു പ്ലാൻ. പക്ഷെ പിന്നെ അതിന്റെ സാധ്യതകളും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ എൻ്റെ മ്യൂസിക് എക്സ്പ്ലോറേഷൻ ഏറ്റവും കൂടുതൽ നന്നായിരിക്കും ഇത് തന്നെയായിരിക്കും. കാരണം സിനിമയിലുണ്ടാവുന്ന ഒരുപാട് ചട്ടക്കൂടുകളില്ലാതെ, അങ്ങനെയാണ് നവരസം ആൽബം ഒക്കെ ഉണ്ടാവും. നവരസം ഇറക്കിയതിന് ശേഷമാണ് ഓക്കെ ഇത് ഈ പരിപാടി കൊള്ളാം, ഇതാണ് ഇനി മെയിൻ എന്ന് തീരുമാനിക്കും. ഈ അച്ഛനെ കൊണ്ട് പഠിപ്പിക്കുമ്പോൾ സത്യത്തിൽ അത് ഭയങ്കര ഇമ്പാക്ട് നമുക്കൊക്കെ ഉണ്ടാക്കി. ഇതിങ്ങനെയാണ് ഇതൊക്കെ പരുവപ്പെടുന്നത്. നമ്മൾ ഈ കൺവെൻഷണൽ അല്ലാത്ത മെത്തേഡ് കാണുന്ന സമയത്ത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഇത് സക്സസ് ആവുമെന്ന്, നമുക്ക് കമേഴ്സ്യലി സക്സസ് ആവുമെന്ന് നമുക്കൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് ഗ്രിപ്പ് അടിക്കുകയും നമ്മുടെ കേരളത്തിൻ്റെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഏരിയ മാറ്റുകയൊക്കെ ചെയ്തില്ലേ? അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ? കോൺഫിഡൻസിൻ്റെ ഇഷ്യൂ വരുന്നില്ല. കാരണം നമ്മൾ റിസൾട്ടിന് നമ്മൾ ആലോചിക്കുന്ന പോലും ഇല്ല. ഞങ്ങളത് ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. ഞങ്ങളത് ഇറ്റ്സ് മോർ ലൈക്ക് എ ജാമിങ്, എത്രേ ഉള്ളൂ. ഒരു ഫുട്ബോൾ കളിയോ ക്രിക്കറ്റ് കളിയോ കളിക്കുന്ന പോലെയാണ് കളിക്കുന്നത്. അതിൻ്റെ ആ കളിയുടെ
രസം മാത്രമേ ഉള്ളൂ. ഇത് ജയിച്ചിട്ട് ഒരു കപ്പും കിട്ടാനില്ല. നമ്മുടെ അച്ഛനെ പാടിച്ച് ആര് ചോദിക്കാൻ പോകുന്നത്? എന്റെ സ്വന്തം അച്ഛൻ ചോദിക്കാൻ പോകുന്നില്ല. ഞാൻ അച്ഛൻ പോയാൽ ഞങ്ങൾ പാടി ഞങ്ങളെ ഹാപ്പി ആയിട്ട് കിടന്നു. അത് കുറെ ആൾക്കാർ കുറെ തുടക്കത്തിൽ കുറെ ഒരുപാട് ഹേറ്റ് ഉണ്ടായിരുന്നു. പടത്ത് ഗെയിം നമ്മൾ മലയാളം സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ മ്യൂസിക് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല ബാക്കിങ്സും വേറെ വേറെ സംഗതികളാണ്. പക്ഷെ ചിലതൊക്കെ ഹിറ്റാവാതെ പോകുന്നുണ്ട്. അപ്പോൾ പടം അത് ഇതാവാത്തതുകൊണ്ടാണ് ഞാൻ ചില പാട്ടുകൾ കേട്ടിട്ട് വിചാരിക്കും ഇതൊരു പോപ്പുലർ സിനിമയിലായിരുന്നെങ്കിൽ ഓഫ് എന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ബാക്കിങ്സാണ് നിങ്ങൾ ചെയ്തിരിക്കണമെന്ന് വിചാരിക്കും. അത് ഹിറ്റാവാതെ പോകുമ്പോൾ മനസ്സിനകത്ത് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് മ്യൂസിക് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഇത്രയും ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കി തരുന്ന ഒരാൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷെ നമുക്കത് അങ്ങനെ അങ്ങ് വ്യാപകമായി വിൽക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമില്ലേ? അതെങ്ങനെയാണ് ഈ സംഘർഷം മാനേജ് ചെയ്യുന്നത്? എനിക്കങ്ങനെ ഡിസപ്പോയിൻമെൻറ്റുകൾ ഇല്ല കേട്ടോ. ആക്ച്വലി എനിക്ക് കാരണം ഞാൻ വിശ്വസിക്കുന്നിടത്തോളം നമ്മൾ ചെയ്യുന്നതെല്ലാം അവിടെ തന്നെ ഉണ്ട്. ഈ സാധനം എന്നും ഇപ്പം എനിക്ക് റീസെൻ്റ്ലി ഞാൻ പണ്ട് ചെയ്ത സാധനങ്ങളുടെ പല ആൾക്കാരും ഇപ്പോൾ പല പാട്ടുകളുടെ റിവ്യൂസ് ഇപ്പോൾ പറയുന്നത് ആ പാട്ട് കൊള്ളായിരുന്നു. 7-8 വർഷം മുമ്പുള്ള പാട്ടുകളാണ്. അതെ, അത് അടിപൊളിയല്ലേ. അപ്പം ഞാൻ ചെയ്തിട്ട് കുറച്ച് കാലത്തേക്ക് ഞാൻ പറയാറുണ്ട് എനിക്ക് ആളുകളുടെ എന്താ പറയുക സോളോ ആയിട്ടുള്ള യാത്രകളുടെയും ഇതിൻ്റെയൊക്കെ ഭാഗമാവാനാണ് താല്പര്യം. സെലിബ്രേഷൻ്റെ ഭാഗമായില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഈ മധുരത്തിൽ പരിമിത നേരം എന്ന് പറയുന്നത് സോങ്ങിലാണ് ബിരിയാണിയൊക്കെ കഴിക്കുന്നതിൻ്റെ എല്ലാം ബിരിയാണിയൊക്കെ നമുക്ക് ഇറങ്ങി ലയിച്ചിങ്ങനെ പോകുന്നത് ആ മ്യൂസിക്കാണ്. മധുരം അങ്ങനെ ഒരു ചെറിയൊരു പടമായി കയറി വന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഹിറ്റായി മാറുന്ന നമ്മുടെയൊക്കെ ഉള്ളിനെ ഭയങ്കരമായിട്ട് രസിപ്പിക്കുന്ന അതൊരു കാൽപ്പനികമായിട്ടുള്ളൊരു സാധനമാണ്. അത്രയേറെ ഒന്നും ഭയങ്കര ട്വിസ്റ്റോ ഒന്നുമില്ലാത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പടമാണ്. പക്ഷെ നമ്മൾ ഭയങ്കര രസമായിട്ട് കണ്ടു. ആ കാലവും കൂടെയാണ് കോവിഡിൻ്റെ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ തിന്ന് തീർക്കുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ബിരിയാണിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് പല പടങ്ങളും മുമ്പേ വന്നു പോയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയെങ്കിലും മനസ്സിനകത്ത് തലയ്ക്കകത്തൊരു മധുരം എൻ്റെ അടുത്ത് വരുമ്പോൾ സോങ്സ് ഹിഷാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പരിമിത നേരം മാത്രമേ ഞാൻ പാട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പോൾ എനിക്ക് പാടാൻ അയച്ചു തന്നു അഹമ്മദ്. പടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വർക്കായി. ഇപ്പോൾ എനിക്ക് ഭയങ്കര രസമുള്ള പടമായിരുന്നു. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് പിന്നെ ഈ പറയുന്ന ഞാനും ഡയറക്ടറും തമ്മിലുള്ള ഒരു റാപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവനുമായിട്ടുള്ള റാപ്പോ പോലെ തന്നെയായിരുന്നു അഹമ്മദുമായിട്ടുള്ള റാപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ടറുമായിട്ടുള്ള എനിക്ക് 1 point കോൺടാക്റ്റേ പാടുള്ളൂ. ഇതിനിടയിൽ ഇനി വേറെ ആൾക്കാർ അതെനിക്ക് വർക്കാവില്ല. അത് അസിസ്റ്റന്റ് ഡയറക്ടർ ആണെങ്കിൽ പോലും എനിക്ക് വർക്കാവില്ല. എനിക്ക് ഒരാൾ മതി, അത് ഡയറക്ടറായിരിക്കും. അപ്പോൾ ഞാനും അവനോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിരുന്നു. കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന റിസൾട്ടുകളാണ് എല്ലാം. അതിൽ ഇപ്പോൾ മധുരത്തിൻ്റെ പാട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 50% ക്രെഡിറ്റും അതിൻ്റെ ഡയറക്ടറുടെയാണ്. കാരണം നല്ല പാട്ടുകൾ പല നല്ല ഡയറക്ടേഴ്സ് റിജക്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ റിജക്ട് ചെയ്ത പാട്ടുകൾ വേറെ സിനിമകളും കൊടുത്തിട്ട് നല്ല പാട്ടായിട്ട് വന്നിട്ടുമുണ്ട്. ഇൻസ്റ്റഡ് റിജക്ട് ചെയ്ത പാട്ടിന് പകരം കൊടുത്ത പാട്ട് കൂറപ്പാട്ടായിരിക്കും. പക്ഷെ അതാണ് അത് നമ്മുടെ മാത്രം ഒരു സിനിമയുടെ ഔട്ട്പുട്ടിൽ ഈ പറയുന്നതല്ല. അറ്റ്ലീസ്റ്റ് ഞാൻ പാട്ടായിരിക്കുന്ന സിനിമകളിൽ എൻ്റെ പാട്ടിൻ്റെ വിജയങ്ങൾക്കും തോൽവികൾക്കും ഡയറക്ടർമാർക്കും പങ്കുണ്ട്. മെയ്യഴകൻ ശരിക്കും പടം കാണുന്ന സമയത്ത് തോന്നിയിട്ടുള്ളൊരു ഫീലിനെ കുറിച്ച് സംസാരിച്ച് കേട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും ഫീല്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു പക്ഷേ ഗോവിന്ദന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗോവിന്ദൻ്റെ ആദ്യം കണ്ട ആ ജഡ്ജ്മെൻറ്റിന് അനുസരിച്ചുള്ള ഒരു വർക്കാണോ ഗോവിന്ദൻ അത് കഴിഞ്ഞിട്ട് പടം കാണുമ്പോൾ കിട്ടിയതെന്നാണ് എനിക്ക് ഞാൻ എങ്ങനെയാണോ അത് വിഭാവനം ചെയ്തിരുന്നത് എക്സാക്ട്ലി അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റിയ വളരെ കുറച്ച് പടങ്ങളിലൊന്നാണ്. ആ പടം ഞാൻ കണ്ടത് 4-4.5 മണിക്കൂറിൻ്റെ 4 മണിക്കൂറിൻ്റെ മറ്റേ വേർഷനാണ് ആദ്യം കാണുന്നത്. പ്രേമണ്ണൻ ഒട്ടും റെഫറൻസുകൾ ഉപയോഗിക്കില്ല. പുള്ളി ഒരു തരത്തിലുള്ള റെഫറൻസ് അങ്ങനെ അറിയില്ല പുള്ളിക്ക്. അങ്ങനെ ഒരു സിനിമ ഭയങ്കര സിനിമ പരിപാടിയൊന്നും പുള്ളിക്ക് അറിയില്ല. നാച്ചുറലായിട്ട് കഥ പറയുന്ന ഒരാളാണ്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഉണ്ടായ മ്യൂസിക് ഇല്ലെങ്കിൽ പോലും കിട്ടുന്നൊരു ഇമ്പാക്റ്റ് എനിക്ക് ഭീകരമായിട്ട് ആ പടം കാണുമ്പോൾ എനിക്ക് ആദ്യത്തിൽ കിട്ടിയായിരുന്നു. അപ്പോൾ എവിടെയൊക്കെ എൻഹാൻസ് ചെയ്യണമെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിരുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ അത്യാവശ്യം ആ പടത്തിന് എന്താണ് ആവശ്യം അത് കൊടുത്തിട്ടുണ്ട് എന്ന് 100% കൊടുത്തിട്ടുണ്ട് എന്നുള്ള കോൺഫിഡൻസ് ആ പടത്തിൽ എനിക്കുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടോ. ഈ റെഫറൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഈ റെഫറൻസ് കൊടുക്കുന്നത് ഒരു വഴിതെറ്റിക്കലാണ്.
ഞാൻ ഇവന്റെ അടുത്ത് നിന്ന് റെഫറൻസ് വാങ്ങുള്ളൂ. എനിക്ക് പക്ഷെ അങ്ങനെ ഒരു വഴി തെറ്റിക്കലാന്നിട്ടും തോന്നിയിട്ടില്ല. എനിക്കത് എങ്ങനെയാ തോന്നിക്കുന്നത് വെച്ചാൽ ഞാൻ എന്റെ ഓരോരുത്തർ വർക്കിംഗ് പ്രോസസ്സ് പോലെ ഇരിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് ഇവനും റെഫറൻസ് തരില്ല, പക്ഷെ ഞാൻ അവന്റെ അടുത്ത് ഇപ്പൊ എസ്പെഷ്യലി ഈ പടത്തിന് നമ്മൾ കഠിനത്തിന് പക്ഷെ അങ്ങനെയൊന്നും വെച്ചില്ല. ഈ പടത്തിന് ഞാനായിട്ട് അവന്റെ അടുത്ത് ഇങ്ങനത്തെ ടെമ്പോ പരിപാടികൾ പിടിച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു ഭയങ്കര പടത്തില് സെക്കൻഡ് ഹാഫിൽ വരുന്ന ഭയങ്കര സാഡ് മൊമെന്റ്. ഇവൻ എനിക്ക് പറഞ്ഞത് ആരോ പോലത്തെ ഒരു പാട്ട് ഇതിലാണ്, അങ്ങനത്തെ ഒരു സ്പേസിലുള്ള ഒരു പാട്ടാണ് കൂട്ടുകാരൻ്റെ ഒരു സിറ്റുവേഷനിൽ വരുന്നത്. അപ്പം ഞാൻ ഞാനാണ് വേറൊരു സാധനം അയച്ചു കൊടുത്തത്, ഇങ്ങനെ കുറച്ച് അപ്ബീറ്റ് പരിപാടി പിടിച്ചു നോക്കിയാലും വിഷാദം തന്നെ കുറച്ച് അപ്ബീറ്റ് പരിപാടി. അത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. അതിന് എനിക്ക് ഈ റെഫറൻസുകളൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. അതായത് ഈ ഒരു സ്പേസിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ അവർ പടം എടുത്ത് തരുമ്പോൾ അവർ ഏത് സ്പേസിലിരുന്നുകൊണ്ടാണ് അത് എഴുതിയതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. എന്നിട്ട് അതിൽ അങ്ങനെ അതെടുത്ത് ഉപയോഗിക്കാന്നല്ല, പക്ഷെ അതിൻ്റെ ഒരു മൂഡൊക്കെ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യിക്കാറുണ്ട്. അത് എല്ലാവരും എന്തിൽ നിന്നെങ്കിലൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. അതിലിപ്പോൾ ആർക്കും അങ്ങനെ അത്ര വലിയ ഒറിജിനാലിറ്റി ഒന്നും അവകാശപ്പെടാനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ഫൈൻ. ഇവരും തലയിൽ എന്തൊക്കെയൊക്കെ വിഷ്വലി ഇല്ല എന്നുള്ളൂ, ഇവരുടെ റെഫറൻസുകളൊക്കെ ഇവരുടെ തലയിലുണ്ട്. അത് ഞാനത് ഓഡിയോ ആയിട്ട് ചോദിക്കുന്നു എന്നുള്ളൂ. ഈ സങ്കടം നമ്മളെ എങ്ങനെയാണ് സിനിമയിൽ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഒരുപാട് കാലമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ കഥാർസിസ് എന്ന് പറയുന്ന ഗ്രീക്ക് കാലഘട്ടം മുതൽ തന്നെ ഈ കാരണങ്ങളൊക്കെ നമ്മൾ തേടാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഗോവിന്ദിന് സങ്കടം ഇല്ലെങ്കിൽ പാടുമ്പോഴോ ഇല്ലെങ്കിൽ സങ്കടം ചെയ്തിട്ട് മറ്റുള്ളവരത് കേൾക്കുമ്പോഴോ ഒക്കെ ഗോവിന്ദന് എന്താ കിട്ടുകയെന്ന് നമുക്കറിഞ്ഞൂടാ. നമുക്ക് കിട്ടുന്നത് ഒരു ശരിക്കും സന്തോഷമായിരിക്കും ഈ സങ്കടം കേൾക്കുമ്പോഴും ഒക്കെ, അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ എന്താണ് അതിനകത്തൊരു ഹൈ കിട്ടുക എന്നുള്ളത്, നമ്മളിപ്പോൾ ചില മ്യൂസിക്കിൻ്റെ കയറ്റിറക്കങ്ങൾ നിങ്ങളുടെ പാട്ടിൻ്റെ ഒരു ഗതി കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ആ ഹൈ അല്ല ഇതിനകത്ത് ഇപ്പുറത്തെ സങ്കടത്തിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം ഇത് പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചില ഹൈകളൊക്കെ ഉണ്ടാക്കുമ്പോഴും മനസ്സ് ചിലപ്പോൾ ഇവിടെ വേറൊരു സാധനം ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമല്ലോ. ഈ കോൺട്രഡിക്ഷനെ എങ്ങനെയാണ് മറികടക്കുക? കാരണം നിങ്ങളുടെ ഉള്ളിൽ മറ്റേത് ഭയങ്കര രസമായിട്ട് കിടപ്പുണ്ട്, അത് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ലഹരി ഉണ്ടല്ലോ. അതുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി നോ ദ ജോബ് വെൽ എന്നുള്ള സാധനമല്ലേ. എന്റെ പണി എന്ന് പറയുന്നത് എന്നെ ഹൈയാക്കലല്ല, ഇവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്കത് ആ ഒരു മൈൻഡ് സെറ്റിലാണ് എല്ലാ പാട്ടും കമ്പോസ് ചെയ്യാൻ ഞാൻ ഇരിക്കുന്നത്. അല്ലാതെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ അത് പേരിൽ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇൻഡിപെൻഡൻസ്. അതിനകത്ത് എനിക്കിഷ്ടമുള്ളത് മാത്രം ചെയ്താൽ മതി. ഞാനൊരു ജോലി എടുക്കാൻ പോകുമ്പോൾ എൻ്റെ ഇത് പറയുന്നത് ശരിയല്ലല്ലോ. എൻ്റെ സന്തോഷം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അത് ഞാൻ ഹാപ്പി ആയിട്ടാണ് ആ പരിപാടി ചെയ്യുന്നത്. എൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഞാൻ ആ പാട്ട് ഇറക്കുന്നത് വരെ എങ്കിലും ആ പാട്ടിൽ ഹാപ്പിയാണോ എന്നുള്ളതാണ്. ആ പാട്ട് ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉള്ളതൊക്കെ സെക്കൻഡറി ആണ്. ഞാൻ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ആ ഹാപ്പി അല്ലാത്ത പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പൊട്ട പാട്ടുകൾ ചെയ്തിട്ടില്ല, പൊട്ട പാട്ടുകൾ ഞാൻ ഹാപ്പി ആയിട്ട് ചെയ്തിട്ട്, ഐ മീൻ സന്തോഷത്തോടെ ചെയ്തത്. അതല്ലാതെ പൊട്ട പാട്ട് കുറച്ച് നന്നാക്കാൻ നോക്കുമ്പോൾ അതുകൂടി സമ്മതിക്കാതെ പോകുന്ന പാട്ടുകളുണ്ട്. അങ്ങനത്തെ പാട്ടുകളാണ് എനിക്ക് കുറച്ചൊരു ഇതുള്ളത്. പക്ഷെ എന്നാലും ഓരോ പാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഈ പടത്തിൽ നിന്നൊക്കെ തന്നെ എത്രയാ 10 പാട്ടിൽ ഓരോന്ന് ഓരോ സ്ഥലത്താണ് നിൽക്കുന്നു. ഒരെണ്ണം ചിത്ര ചേച്ചി പാടി, ഒരെണ്ണം ശങ്കർവാദം പാടുന്നു, ഒരെണ്ണം ജാസി ചേട്ടൻ പാടുന്നു. ഇവരൊക്കെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെ. അപ്പൊ അങ്ങനത്തെ ഒക്കെ പരിപാടികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാ, എനിക്ക് തോന്നുന്നു അതൊക്കെ ഇവൻ തന്ന സജഷനുകളാണ്. പല പാട്ടുകളും ഇന്ന ആൾക്കാരെ കൊണ്ട് പഠിച്ചാലും ഇന്ന ആൾക്കാർ. ഇപ്പൊ യാവർ ഇവന്റെ സജഷൻ ആയിരുന്നു. അതൊരു ഈ പറയുന്ന നമ്മള് എന്റെ ജോലി ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ഓപ്പൺ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ എക്സ്പീരിയൻസുകൾ ഉണ്ടാവുന്നു. ഈ പാട്ട് കുടുംബമാണെങ്കിലും കർണാട്ടിക് ആദ്യം അഭ്യസിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അത് കുറച്ച് അത് ഉള്ളിലുള്ളത് കൊണ്ടാണോ, ഇല്ലെങ്കിൽ അവിടെ പരിസരങ്ങളിൽ അതൊക്കെ ഉള്ളത് കൊണ്ട് വേറെ ഡിഫറൻസ് തേടിപ്പോയതാണോ? ചിലപ്പോൾ ആയിരിക്കും. പക്ഷെ ഞാൻ ആദ്യം കൂടുതൽ മ്യൂസിക്കിനോട് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് റോക്ക് മ്യൂസിക്കിൽ നിന്നാണ്. മെറ്റാലിക്കയും വളരെ യങ് ഏജിൽ നിന്ന് എനിക്കത് എൻ്റെ ചേട്ടനെ കേൾപ്പിക്കും. അങ്ങനെയാണ് എനിക്ക് മ്യൂസീഷ്യൻ ആവണം എന്നുള്ള തോന്നുന്നത്. അതുവരെ പാട്ട് ആസ്വദിക്കാന്നേ ഉള്ളൂ. മ്യൂസീഷ്യൻ ആവണം തോന്നുന്നത് പലപ്പോഴും അങ്ങനെയുള്ള ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ ഡെഫിനറ്റ്ലി മ്യൂസിക് ഡയറക്ടർ ആവണം എന്നുള്ളൊരു സാധനം ഒരു സ്വപ്നം പോലെയൊക്കെ. അതായത് ഇപ്പോൾ റഹ്മാൻ്റെ ഒക്കെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ചെയ്ത പാട്ട് പോലെ കേൾക്കും. അതൊരു സ്വപ്നം മാത്രമാണ്. അതൊന്നും ഒരിക്കലും
അതൊക്കെ വലിയ സംഭവമായിട്ടാണ്. പക്ഷെ മ്യൂസീഷ്യൻ ആവണം എന്ന്, ഒരു മ്യൂസീഷ്യൻ എന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ടർ ആവണം എന്നില്ലല്ലോ. വയലിനിസ്റ്റ് ആവും, ഗിറ്റാറിസ്റ്റ് ആവും, സിംഗർ ആവാം. മ്യൂസീഷ്യനാണ് തീരുമാനിക്കുന്നത് ഞാൻ ഈ ബാൻഡുകളുടെ പാട്ടുകൾ കേൾക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഔസേപ്പച്ചൻ സാറൊക്കെ വയലിനെ ഭയങ്കര സമർത്ഥമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വയലിൻ വേറെയാണ് കേട്ടോ. പ്ലേയിങ് സ്റ്റൈലിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് പഠിക്കാത്തതിൻ്റെയും പിന്നെ എൻ്റെ ടെക്നിക്കുകളൊക്കെ കുറച്ച് റോങ് ആണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പുറത്തു പോയി വായിക്കാത്തത്. കാരണം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റില്ല. ഞാൻ ഭയങ്കര ലിമിറ്റഡ് ആണ് എൻ്റെ പ്ലേയിങ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ഞാൻ ചെയ്തിരിക്കുന്നത് എന്നെ ഞാൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസ് വളരെ കൃത്യമായിട്ട് അറിയാം. എനിക്ക് ഒരു പൊസിഷനിൽ നിന്ന് മുകളിലേക്കൊന്നും എനിക്ക് പോകാൻ അറിയുന്നില്ല. അത് ബേസിക് ആണ്. അതൊക്കെ മുകളിലേക്ക് പോകാന്നുള്ളതൊക്കെ സെക്കൻഡ് പൊസിഷൻ ഒന്നും എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് എൻ്റെ മ്യൂസിക്കിന് അറിയാവുന്ന വിരലുകൾ വരുത്തുന്ന രീതിയിൽ എനിക്ക് വായിക്കാൻ അറിയാം, അത്ര അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവസാറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് ആൾക്കാരെന്നെ വലിച്ചു കയറി ഒട്ടിക്കും. അവസാറൊക്കെ വായിക്കുന്നത് ഞാൻ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. കമ്പാരിസൺ അല്ല, ഞാൻ അവർ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഈ പ്രശ്നക്കാരനാണ്. പക്ഷെ ഡിഫറൻസ് അത് കുറച്ചും കൂടി അത് ഇവിടെ നിന്ന് വരുന്നതാന്ന് തോന്നുന്നു. അതിന് പ്ലേയിങ്ങിനേക്കാൾ ആ ഒരു ഫീലിന്റെ പുറത്ത് വരുന്ന വ്യത്യാസമാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് കുറച്ചും കൂടി ഇമോട്ട് ചെയ്ത് വായിക്കാൻ പറ്റാറുണ്ട്. ഞാൻ കമ്പോസ് ചെയ്ത സാധനമാണെന്നുണ്ടെങ്കിൽ, ഞാൻ കമ്പോസ് സാധനങ്ങളിൽ എനിക്ക് അത്രയും ഇമോട്ട് ചെയ്യാൻ പറ്റാറുള്ളൂ. പുറത്ത് വായിക്കുന്നതിൽ എനിക്ക് അതിന്റെ ഉറവിടം അറിയാത്തത് കൊണ്ട് ഞാനത് പഠിച്ച് വായിക്കുകയാണല്ലോ. എൻ്റെ സാധനങ്ങളുടെ ഉറവിടം എവിടെന്നാന്നുള്ളത് എനിക്കും അറിയാം, വയലിനും അറിയാം. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് വരും. അത് അടിപൊളി പ്രോസസ്സാണ്. ഈ മനുഷ്യനെ എങ്ങനെ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അതൊരു സ്പെഷ്യൽ അപ്പിയറൻസാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ മനുഷ്യന്മാരെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഗോവിന്ദ് ചെയ്താൽ നല്ലതായിരിക്കുമല്ലോ എന്നിങ്ങനെ തോന്നി. പിന്നെ ഇപ്പം സ്വതവേ ഭയങ്കര മടിയനും നേരത്തെ പറഞ്ഞ പോലെ പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനും ആയതുകൊണ്ട് സമ്മതിക്കാൻ കുറച്ച് പാടുപെട്ട. നേരെ വൈഫിനെ വിളിക്കുന്നു, രഞ്ജുമനോട് കാര്യം നിറഗർഭിണി. അവിടെ അത് കൊള്ളാം കേട്ടോ, നല്ല അപ്രോച്ച്. അപ്പോൾ രഞ്ജുവിന്റെ ക്യാരക്ടറിന്റെ ഡീറ്റെയിലും അതിന്റെ സ്റ്റൈലും പരിപാടികളൊക്കെ കാണിച്ചു കൊടുത്തോടുകൂടി രഞ്ജുമ ഫ്ലാറ്റ്. ആ സ്നേഹത്തിന് മുമ്പിൽ അവൾക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ പേരിൽ അത് ഒരു നല്ല സ്വാധീന ശക്തിയും കൂടെയാണല്ലേ. രഞ്ജുവിന്റെ സ്വാധീനം അറിയാത്തോണ്ടാണ്. ഇപ്പൊ അറിവിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെയായിരുന്നു യാവർ നമുക്ക്. അപ്പോൾ യാവർ ശരിക്കും പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കും റെസിസ്റ്റൻറ്റ് മ്യൂസിക്കും ഒക്കെ ആയിട്ട് പോകണം, മെയിൻ സ്ട്രീമിലേക്ക് ഒരിക്കലും വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിംഗറാണ്. അവനത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ യാവറിലേക്ക് എത്തുമ്പോൾ അതിന് മുന്നേ ഇപ്പോൾ അറബിക് പാട്ട് പാടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ വേറെ മനുഷ്യന്മാരെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള സജഷനാണ് യാവർ എന്ന് പറയുന്നത്. യാവറിൻ്റെ ദിൽഷാദ് വെച്ചിട്ട് നമ്മൾ ഈ സീൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ യാവറിനെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസറാണ് യാവറിനെ കോൺടാക്ട് ചെയ്യുന്നത്. തൈക്കുടം ബ്രിഡ്ജ് ഗോവിന്ദ് വസന്ത എന്നുള്ള പേരിലാണ് യാവർ ശരിക്കും പറഞ്ഞാൽ ഇന്നാവുന്നത്. അയാൾ ഹിന്ദിയിലും പാടിയിട്ടില്ല, വേറെ മെയിൻ സ്ട്രീമുകളിലൊന്നും പാടിയിട്ടില്ല. അയാൾക്ക് അതിനോട് താല്പര്യവുമില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക, ഈ തൈക്കുടം ബ്രിഡ്ജിൻ്റെയും ഗോവിന്ദ് വസന്തയുടെയൊക്കെ പേരുകളൊക്കെ ഇങ്ങനെ ആ മ്യൂസിക് ട്രാവൽ ചെയ്തിട്ട് കശ്മീരിൽ കിടക്കുന്ന യാവറിലെത്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റേഞ്ച് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഇപ്പം അതേപോലെ തന്നെ ശങ്കർ മഹാദേവൻ, നമ്മൾ ശങ്കർ മഹാദേവനെ കോൺടാക്ട് ചെയ്യുന്നു. ശങ്കർ മഹാദേവൻ ഈ പാട്ട് പാടാൻ സമ്മതിക്കുന്നത് തൈക്കുടം ബ്രിഡ്ജ് എന്ന് പറയുന്ന ബാൻഡാണ്. തൈക്കുടം ബ്രിഡ്ജ് എന്ന് പറയുന്ന ബാൻഡ്, ഗോവിന്ദ് എന്ന് പറയുന്ന മ്യൂസീഷ്യൻ, അയാളെ ഹൈയാക്കുന്ന സാധനം അതാ. അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇങ്ങനെ ഇടയ്ക്ക് ഇരുന്നിട്ട് ഞാൻ ആരെ കൂടെ വർക്ക് ഈ സാധനം ഉണ്ടല്ലോ, അത് ഇവനറിയില്ല, ഇവൻ വേറെ സാധനം. എനിക്ക് ഈ മൊട്ടത്തലയിലൊന്നും തുടരണം കേട്ടോ. ഇത് എവിടെ നിന്നാണ് ഇതൊക്കെ വരുന്നതെന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കണമല്ലോ എന്നാണ്. ഇതിൽ ആർട്ടിസ്റ്റുകളെ കുറിച്ച് കൂടെ പറയും. ഇതിൽ ലുക്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, വിജയരാഘവൻ, പിന്നെ അബു സലീം, ശാന്തി ചേച്ചി, ശാന്തി കൃഷ്ണ, നവാസ് വള്ളിക്കുന്ന്, അർജുൻ രാധാകൃഷ്ണൻ, പിന്നെ ഇവൻ, പിന്നെ നമ്മുടെ യൂസുഫ് ബൈ പെർഫ്യൂമർ ദുബായിലുള്ള. ഇങ്ങനെ പോകുന്ന ഒരു ടീമാണ് മൊത്തത്തിലൊരു പരിപാടി. എങ്ങനെ ഇരിക്കും? ഭയങ്കര എന്താണെന്ന് എനിക്ക് പിടികിട്ടണില്ല. ആർട്ടിസ്റ്റുകളുടെ ഫേസ് വെച്ച് നോക്കുമ്പോഴൊന്നും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇത് തന്നെ വള സ്റ്റോറി ഓഫ് എ ബാങ്കിൾ, അത്രയും നമ്മൾ അത്ര അവകാശവാദങ്ങളൊന്നുമില്ല.
ഒരു മിസ്റ്ററി സാധനത്തിൽ നിന്ന് തുടങ്ങി, എന്നാൽ വലിയ മിസ്റ്ററി ഒന്നുമില്ല, ചെറിയ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ട്രീറ്റ്മെന്റിലാണ് മൊത്തം കിടക്കുന്നത്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് അത് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ വെച്ച് തിയേറ്റർ സൗണ്ട് വെച്ചിട്ടാണ് പിടിച്ചിരിക്കുന്നത്. കുറച്ച് അധികം സൈലൻസുകളൊന്നും പിടിച്ചിട്ടില്ല തവണ. മറ്റേ പക്ഷിയുടെ ശബ്ദമൊന്നും കേൾപ്പിക്കില്ല, കിളികളൊന്നും വിളിക്കില്ല, ഒരാൾ കരഞ്ഞാലും കേൾക്കൂല. മൊത്തം മ്യൂസിക് ഇട്ടാണ് ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ കണ്ടിന്യൂസ് അല്ല, മ്യൂസിക് നമുക്ക് ഇതിന് ആവശ്യമാണ്. അപ്പോൾ ആ മീറ്ററും ആ ടെമ്പോയും തന്നെയാണ് ടു ദ എൻഡ് വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു മിസ്റ്ററിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മിസ്റ്ററി കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നു, ലെയേഴ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരുപാട് ലെയേഴ്സ് ഉണ്ട് സിനിമയിൽ, എൻഡ് വരെ ഒരുപാട് ലെയേഴ്സിലാണ് പോകുന്നത്. പക്ഷേ ഒന്നിൽ മാത്രം നിൽക്കും, ഈ വള എന്ന് പറയുന്ന സാധനത്തിലേക്ക് തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വള എപ്പോഴും കിലുക്കമുള്ള സാധനമാണല്ലോ. ഞാൻ ആലോചിക്കുമ്പോൾ വള കയ്യിൽ കുപ്പിവള സിനിമ മുതൽ അല്ലെങ്കിൽ അവിടെ മുതൽ ഇങ്ങോട്ട് എപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് വള എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വളരെ, എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു വളയിൽ നിന്നും അതിൻ്റെ പിന്നാമ്പുറത്തെ കഥ, ആ വളയ്ക്ക് എപ്പോഴും ഒരു കിലുക്കം ഉണ്ടാവും, ഒരു താളം ഉണ്ടാവും, ഒരു മ്യൂസിക് അതിനെപ്പോഴും ഉണ്ടാവും. കിലുക്കം പരിപാടി കൊള്ളാം. അതെ അത് കൊള്ളാം, കിലുക്കം ഭയങ്കര രസമാണ്. ഞാൻ ഈ അടുത്ത് ശ്രീകുമാരൻ തമ്പി സാറിന് കണ്ടപ്പോൾ മറ്റേ കൂത്തമ്പലത്തിൽ വെച്ചോ അതിനകത്ത് കുപ്പിവള കുപ്പിവള എന്തുകൊണ്ടാണ് ചിരിച്ചുടഞ്ഞത്, അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ വള എന്ന് പറയുന്നത് കുറെ കാലം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്, അതിന്റെ പുതിയ വേർഷൻ ഉണ്ട് ഇതിനകത്ത് അല്ലേ? നിങ്ങളും ആ കിലുക്കത്തെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മനുഷ്യന്റെ മ്യൂസിക്കിനകത്ത് അത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ വളയെ? ഇതിന് വള ഒരു ക്യാരക്ടർ പോലെയാണ്, അപ്പൊ അതിൽ വേറെ സൗണ്ട് ഉണ്ട്. വളക്ക് മാത്രമായിട്ട് സ്കോർ ഉണ്ട്. ക്യാരക്ടറാണ്, അത് കൃത്യമായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മനസ്സിനകത്തൊരു കിലുക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇറങ്ങുന്ന സമയത്ത് കിലുക്കമായിരിക്കില്ല, ചെറിയ ഇമോഷൻ, അങ്ങനെ ഒരു ചെറിയ സങ്കടം, ചിരിക്കുന്ന സങ്കടം. ഹെവി ആക്കില്ല. ഇല്ല. ഈ സുഹൈലിനെ പോലെ ഒരു റൈറ്റർ ശരിക്കും മോസിനൊക്കെ എഴുതുന്ന സമയത്ത് തന്നെ നമുക്കൊരു പുതിയ കാലഘട്ടത്തിലെ ഭാഷ, ചില വാക്കുകളൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ കുറ്റം പറഞ്ഞേക്കും. പക്ഷേ എനിക്ക് സുഹൈൽ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഗിഫ്റ്റായിട്ടാണ്. അതെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ശ്രമിക്കാതെ നമ്മുടെ ഭാഷ മാറുകയില്ല. അപ്പം നിങ്ങൾക്ക് ഒരു മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വാക്ക് കിട്ടുക, അത് പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ ചിലത് ഒന്ന് ഗ്രാമാറ്റിക്കലി ചിലപ്പോൾ മുറിച്ചായിരിക്കും എഴുതിയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്കത് ഭയങ്കര ഒരു സൗകര്യമാണ്. ഇപ്പോൾ സുഹൈലിനെയൊക്കെ പോലുള്ള റൈറ്റേഴ്സിനെ കിട്ടുമ്പോൾ എനിക്കാണ് അങ്ങനത്തെ പാട്ടിൽ എഴുതാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സുഹൈലാണ്. വേർഡ് പ്ലേയും സ്റ്റിൽ അതിനകത്തുനിന്ന് നല്ല കുറച്ച് ഇമോഷനും അവൻ കൺവേ ചെയ്യും. ഇപ്പോഴത്തിൽ തന്നെ സെക്കൻഡില് നിഖിലയുടെ പോർഷൻസിൽ അവൻ എഴുതിയിരിക്കുന്നത് ചെറിയൊരു നോവുള്ള ലിറിക്സ് ഒക്കെയാണ്, ഭയങ്കര രസമാണ് അത്. അപ്പൊ അത് അവന്റെ അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് അവൻ വെറുതെ കടകടകടാന്ന് മാത്രമല്ല, അതിന് ഇമോഷൻ ഇൻഫ്യൂസ് ചെയ്യുന്നുള്ളത് ഭയങ്കര ഒരു പോയിന്റാണ്. എനിക്കത് ഭയങ്കര വർക്കാണ് അവൻ ചെയ്തത്. എല്ലാത്തിനകത്തും അവൻ്റെ ജസ്റ്റിന് വേണ്ടിയിട്ടാണ് കുറേ ജസ്റ്റിന്റെ കൂടെയുള്ള എല്ലാ സാധനവും എനിക്ക് ഇഷ്ടമാണ് ചെയ്തത്. സുഹൈൽ എങ്ങനെയാ വെച്ചാൽ നമ്മളെങ്ങനെയാണോ കൊടുക്കുന്നത് അതേ മീറ്റർ എഴുതി, ഒരൊറ്റ മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അത് കറക്റ്റ് അവൻ റിതമിക്കായിട്ടാണ് പിടിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലപ്പോഴും വല്ല മാക്കോ മറ്റോ അങ്ങനെ മാറേണ്ടി വരുള്ളൂ. കൂടുതലും ഇങ്ങനെ പുതിയ സാധനങ്ങൾ കൊണ്ടുവരാൻ നോക്കല് അൻവർക്കാണ്. അൻവർക്ക പിന്നെ ഇതിന്റെ അകത്ത് ഉസ്താദാണ്. അതിനകത്ത് പുള്ളി പുതിയ ഭാഷയൊക്കെ ഉണ്ടായിക്കളെ. അൻവർ അലി എഴുതിയ പാട്ട്, ഷഹബാസ് അമൻ പാടിയ താരകം പാട്ടെന്ന് സോങ്ങിന് പേര് കൊടുത്തേക്കുന്നത്. ആ പാട്ടിനകത്ത് വയലിന്റെ പീസ് എൻഡിലും ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമുണ്ട്. ഈ ഷഹബാസ് അമനെ കൊണ്ട് പാടിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇവിടെ ഞങ്ങൾക്ക് ഷഹബാസ് അമൻ എന്ന് പറയുന്നത് പലപ്പോഴും കിട്ടാക്കനിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഈ മനുഷ്യനെ നേരിട്ടൊന്ന് സംസാരിക്കാൻ പോലും പലപ്പോഴും പ്രോഗ്രാംസിനൊക്കെ വന്ന് നമ്മൾ ദൂരെ നിന്ന് കാണുക. അടിപൊളിയാ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുള്ളി വേറൊരു വൈബാണ്. ഞങ്ങൾ പടവെട്ടിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 4-5 പാട്ടുകൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അൻവർക്ക് തന്നെ എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നത്, ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. പുള്ളി ഭയങ്കര അത്യാവശ്യം ഞാനുമായിട്ട് അത്യാവശ്യം റാപ്പ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഈസിയാണ് വർക്ക് ചെയ്യാൻ. പിന്നെ നല്ല ഭാഷാജ്ഞാനം ഉണ്ട്. എഴുതിയിരിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് പുള്ളിക്ക് മനസ്സിലാവും. ഒന്നാമത് പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി പാടിയിരിക്കുന്ന എല്ലാ പാട്ടും എനിക്ക് തോന്നണേ അൻവർക്ക് തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അൻവർക്ക് എഴുതിയിരിക്കുന്ന സാധനം
വായിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വിവരം വേണം, ഭാഷയായിട്ട് കുറച്ച് പരിചയം വേണം, അല്ലെങ്കിൽ കുറച്ച് പാടുപെടും. എസ്പെഷ്യലി ഇമോഷണൽ സോങ്സ് ഒക്കെ പുള്ളി പാടുമല്ലോ എൻ്റെ പാട്ടുകൾ. പക്ഷെ ആ എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. ഇവർ രണ്ടു തമ്മിലുള്ള തർക്കമൊക്കെ ഭയങ്കര രസമാണ്, കോമഡിയാണ്. എന്നിട്ട് നിങ്ങൾ തമ്മിലുള്ള വർത്താനം എന്തൊക്കെയായിരിക്കും? ഞാൻ ഒരു അക്ഷരം ഉണ്ടില്ല, ഇവര് സംസാരിച്ചോണ്ടിരുന്നോളൂ, ഞാൻ കേട്ടോണ്ടിരിക്കുകയുള്ളൂ. ഭയങ്കര കോമഡിയാ, ഞാൻ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ കേൾക്കും. ഇവരൊക്കെ പറയുമ്പോ ഇങ്ങനെ കേൾക്കാം. നമ്മൾ ഈ സൂഫിസം റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു സൂഫി സന്യാസിയെ പോലെ സംസാരിക്കുന്നവരില് ബിജേട്ടൻ സംസാരിക്കും, അതേപോലെയാണ് ഈ മനുഷ്യന് സംസാരിക്കുന്നത്. ബിജേട്ടനും പുള്ളിയും കൂടി സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ഇരുന്നുണ്ട്, ഗോൾഡൻ ആണ് അതൊക്കെ. ബിജേട്ടൻ പറയാ അതൊക്കെ ഭയങ്കര രസമാണ്. പണ്ട് ബിജേട്ടന്റെ സ്റ്റുഡിയോയില് അങ്ങനെ ഇപ്പൊ അൻവർക്ക് അത് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ കുറെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ പോയിട്ട് നമ്മൾ സംസാരിക്കുന്നതിന് പോയിന്റ് കേൾക്കുക ഭയങ്കര രസമാണ്. കേട്ടിട്ടുണ്ട് കഥകളുടെ ഒക്കെ കൂമ്പാരമാണ്. സിജോ കുട്ടൻ മാഷൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഒരു ദിവസം ഫുൾ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ ഞങ്ങൾ റെക്കോർഡിങ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. അവർ ഫുൾ ഡേ സംസാരിച്ചിരുന്നു. ഞങ്ങളന്ന് റെക്കോർഡ് ചെയ്തില്ല, പിറ്റേ ദിവസം വീണ്ടും വന്ന് റെക്കോർഡ് ചെയ്തു. സംസാരം മാത്രം കേട്ടിരിക്കും. അപ്പൊ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സംഭവമാണ്. എനിക്ക് അതുകൊണ്ടാണ് സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലുള്ള രസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുറെ ടീമുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കുറെ കഥകൾ കേൾക്കാൻ പറ്റും. എനിക്കാണ് എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സിംഗേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിനിമ അത്. ചിത്ര ചേച്ചി ഉണ്ട്, ശങ്കർ മഹാദേവൻ, ജാസി ചേട്ടൻ പാടി, ഇമ്പാച്ചി, ഗബ്രി, യാവർ 2 പാട്ട്, സ്വാതി ദാസ് പ്രഭു ഒരു പാട്ട്, സ്വാതിയും പാടി. അപ്പൊ ഗബ്രിക്കുള്ള പാട്ടും എല്ലാം ഉണ്ട്. ഇത് സമഞ്ജസ സമ്മേളനമാണ് എല്ലാ ജോണറിന്റെയും അല്ലേ? ഒരു ബോംബ് 2 കൈക്കുളത്തിലെ സിംഗർ അനീഷ് പാടിയിട്ടുണ്ട്. മൊത്തത്തിലൊരു പാക്കേജാണ്. ഗോപിച്ചേട്ടന് വേണ്ടിയിട്ടൊക്കെ പണ്ട് വായിക്കുന്ന ഒരു ഗോവിന്ദ ഉണ്ടല്ലോ, ഇപ്പം അധികം വായിക്കാൻ വരുന്നില്ല എങ്കിലും ചിലർക്ക് വിളിക്കുമ്പോൾ വരുമെന്നേ ഉള്ളൂ. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിലുള്ളൊരു ലേണിംഗ് ഉണ്ടാവുമല്ലോ, ലേണിംഗ് പ്രോസസ്സ് ഉണ്ടാവും. അന്ന് ശരിക്കും എന്ത് ഫോക്കസ് ചെയ്താണ് ഗോവിന്ദ് അവിടെ ഇരുന്നതെന്ന് അറിഞ്ഞൂടാ? ഒരു മ്യൂസിക് കമ്പോസർ ആവണം എന്നുള്ള ഫോക്കസ് ആയിരുന്നോ? മ്യൂസിക്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള സാധനം മാത്രം, ഐഡിയ മാത്രമേ ഉള്ളൂ. അങ്ങനെ പൈസ കിട്ടുന്ന എന്ത് പണിയും ചെയ്യുമായിരുന്നു. അപ്പോൾ വയലും വായിക്കാൻ പോകുന്നത് അങ്ങനെയാണ്. പട്ടിണി മാറ്റണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വയലും വായിക്കാൻ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ആദ്യം ഞാൻ വയലിനെ വായിക്കുന്നത് പുള്ളിക്ക് വേണ്ടി. പിന്നെ പുള്ളിയുടെ പ്രോഗ്രാമിംഗ് പരിപാടി, പുള്ളി ഭയങ്കര പ്രോഗ്രാമറാണ്. പുള്ളിയൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഗ്രാമേഴ്സാണ് ആ സമയത്ത്. വിശാൽ കാതലനിയൊക്കെ വന്ന് അവിടെ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഓം ശാന്തി ഒക്കെ ചെയ്യുന്ന പുള്ളിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിക്കാൻ പറ്റി. പുള്ളിയാണ് എന്നിട്ട് പ്രോഗ്രാമിങ്ങിന് വേണ്ടി എന്നെ ഔസഫ് സാറിൻ്റെ അവിടെ എത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉദ്ദേശം പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു, സിനിമയിൽ വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അത് നടന്നു. പക്ഷെ തൈക്കുടം വെച്ചിട്ടാണ് നിങ്ങൾ ഈ ലോകം മുഴുവനും സഞ്ചരിക്കുകയാണ്. എവിടെയും നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ ആദ്യം എത്തിച്ച സന്ദേശവാഹകരാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞത്. അവിടേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ലായിരിക്കും, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആ സമയത്തൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരുന്നൊരു വിലയുണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ഏരിയയിൽ സത്യത്തിലൊരു ബൂം നടന്നിട്ടില്ല. വേറൊരു അവസ്ഥയിൽ നിങ്ങളിത് ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോഴും നമ്മൾ അത്രയും വളർന്നത്. നമ്മളിപ്പോഴൊക്കെയാണ് കുറച്ചുകൂടെ ഒരു പേടനും ഗബ്രിയും ഇവരൊക്കെ നമ്മുടെ ഇപ്പോൾ കൾച്ചറിൻ്റെയും കൂടി ഉണ്ട്. നമ്മുടെ സിനിമകളിൽ മാത്രമല്ല പാട്ടുകളുള്ളൂ. പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പം പോലെ സിനിമ പാട്ടുകളേ ഉള്ളൂ. നമുക്ക് പുറത്ത് പാട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് മാത്രമേ ഉള്ളൂ. അവർക്ക് സിനിമയിൽ പാട്ടുകളൊന്നുമില്ല. സോ ഓൾ ദ മ്യൂസീഷ്യൻസ് ആർ ലൈക്ക് വെൽ നോൺ. ഒരു ഇൻഡിപെൻഡന്റ് പാട്ട് ഉണ്ടാക്കുക, അതൊരു കുറച്ച് പേര് കേൾക്കുക മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് അവരിങ്ങനെ സ്പ്രെഡ് ചെയ്തോളും. കാരണം ദേ ഹാവ് ലൈക്ക് വേറെ റേഡിയോസും ഇതൊക്കെ പ്ലേ ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് സോങ്സ് ആണ്. എല്ലാ സാധനവും ഇൻഡിപെൻഡന്റ് സോങ്സാണ് പ്ലേ ചെയ്യുന്നത്. നമുക്ക് ഇൻഡിപെൻഡന്റ് സോങ്സ് എന്ന് പറയുന്ന സാധനം ഇവിടെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ, അതായത് ഒരു ആർട്ടിസ്റ്റിന് ഒരു പാട്ട് ഇറക്കി അല്ലെങ്കിൽ 2-3 ആൽബം ബാക്ക് ടു ബാക്ക് ഇറക്കിക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോസ് ചെയ്താലേ പൈസ കിട്ടുള്ളൂ. ഇൻഡിപെൻഡന്റ് ഷോസ് എന്ന് പറയുന്ന സാധനം ഒരു 10 കൊല്ലം മുമ്പ് വരെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഒരു ഷോയില്ല. അവിയലൊക്കെ ഷോ ഇല്ലാതെ നടക്കുന്ന സമയമായിരുന്നു. അവിയൽ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഇന്റർനാഷണലി ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൽബമാണ് ഇപ്പോൾ ടിൽ ഡേറ്റ്. അതിനൊക്കെ അയച്ചു വെക്കാൻ 10 അടി കഴിഞ്ഞിട്ട് വേറെ ആരും വരുള്ളൂ. അത്രയും നല്ല സാധനം ചെയ്തവർക്കും അവർക്ക് ആ സമയത്ത് നമ്മുടെ നാട്ടിലാണ് വിലയിലായിട്ടിരുന്നത്. പുറത്ത് ആൾക്കാർ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്നത് പലപ്പോഴും. സോ ഇൻഡിപെൻഡന്റ് മ്യൂസിക് എപ്പോഴും ഇവിടെ ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാ ന്യൂസും എല്ലായിടത്തും ഒരേ സമയത്ത് എത്തുന്നതുകൊണ്ട് ഇപ്പോൾ ഹിപ്പ് ഹോപ്പിനും ഇതിനൊക്കെ നല്ല മൂവ്മെന്റ് ഉണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. അപ്പോൾ അതിന്റെ കൂടെ ഞങ്ങൾ പതുക്കെ പിടിച്ച് പോകാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ മ്യൂസീഷ്യൻസ് ഐ ഹാവ് എ ഫീലിംഗ് ബാൻഡുകൾ കുറച്ച് കുറവാണ് വരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി അത് പതുക്കെ അതിന്റെ
ഇതും കൂടി വരും. ഇതിങ്ങനെ മാറി മറിഞ്ഞു വരും. അവസാനം സിനിമയിലും പാട്ടുകളില്ലാതാവും. അതെ. പക്ഷേ ഈ ഫെജോയൊക്കെ ശേഷമൊക്കെ ഈ വേടനും ഈ ഡബ്സിയും ബേബി ജീനും ഇവരൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഇതിനൊന്ന് കമേഴ്സ്യലൈസ് ചെയ്യാനും കൂടെ ഒരു പഠിക്കുകയോ ഇല്ലെങ്കിൽ നാളെ ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ടുകൾ പാടുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ ആർട്ടിസ്റ്റുകളുടെയൊക്കെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിലെന്ന് പറഞ്ഞാൽ നാളെ കോപ്പിറൈറ്റ് ഒഴിവാക്കുന്ന ഒരു 50 പാട്ട് ഇവർക്കുണ്ടെങ്കിൽ ഇവർക്ക് കുറെ കാലം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ നാളത്തെ കാര്യം ഞാൻ നാളെ ആലോചിക്കാറുള്ളൂ. അങ്ങനെ ഒരു ഫ്യൂച്ചർ പരിപാടികളൊന്നും എനിക്കറിയില്ല. ഞാൻ ബാൻഡിന്റെ കാര്യത്തില് ഉറപ്പായിട്ടുണ്ട്. ഇപ്പൊ ബാൻഡ് എന്താ പറയാ, ഞങ്ങൾ അടുത്ത ആൽബം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാൻഡ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് കൊണ്ടുനടക്കാനുള്ള പരിപാടി തന്നെയാണ്. സോ അതിന് വേണ്ടിയിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള എങ്ങനെയൊക്കെ അപ്ഡേറ്റ് ചെയ്യണമോ അങ്ങനെയൊക്കെ ചെയ്തേ മതിയാവും എന്നുള്ള റിയാലിറ്റി എനിക്കറിയാം. ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പം ഞങ്ങൾ അടുത്ത ആൽബം വർക്ക് ചെയ്യുന്നു. അത് അടുത്ത കൊല്ലം റിലീസ് ഉണ്ടാവും. ബാൻഡുകളിൽ അപ്ഡേറ്റ് ചെയ്യാതെ എന്താ പറയുക, ഷോസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ബാൻഡ് കൾച്ചറിന്. ഇപ്പോൾ ഷോസ് വേണമെന്നുണ്ടെങ്കിൽ പുതിയ ജനറേഷൻ ഞങ്ങളെ കേട്ടാലും ആക്സെപ്റ്റ് ചെയ്താലും മാത്രമേ, കാരണം ഇവരാണ് ഷോസിന് വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 50-60 വയസ്സുള്ള ആൾക്കാരൊന്നും ഇനി ഷോസിനൊന്നും വരാൻ പോകുന്നില്ല. നോട്ട് ഫോർ എ റോക്ക് കോൺസെർട്ട്. ബുദ്ധിമുട്ടാണ് അവർക്ക് വരാൻ. സോ അതുകൊണ്ട് യങ് ആയിട്ടുള്ള ക്രൗഡിനെ എങ്ങനെ ഞങ്ങളുടെ ഇതിലോട്ട് ലൈവ് ഷോസിൽ ടേൺ അപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ഒരുപാട് ചിന്തിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് എന്ത് ആശയമാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആകുമ്പോൾ നമ്മൾ പറയുന്നതാണ്, നമ്മൾ ചിലപ്പോൾ പറയാതിരിക്കാം, പക്ഷേ എങ്കിലും പറയാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് നല്ലതാണ്. എന്നാൽ അവർക്ക് എങ്ങനെ വേണോ പറയാം. പിന്നെ പ്രത്യേകിച്ച് താളത്തിലൊന്നും നിങ്ങൾ പറയണമെന്ന് നിർബന്ധം തോന്നുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ഹിപ്പോപ്പിലൊക്കെ ചില റെസ്ട്രിക്ഷൻസ് അവർ തന്നെ അവർക്ക് വെച്ചിട്ടുണ്ട്. അവർ ചില ടെമ്പോയിൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ചില വാക്കുകളൊക്കെ മുറിക്കുമ്പോൾ ശരിക്കുള്ള അർത്ഥം കിട്ടാതെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടെ ലൂസ്ഡാണ് ഇത്, അങ്ങനെ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ നിങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ആശയം, ഇപ്പോൾ വയറ്റിപ്പഴപ്പൊക്കെ ഉണ്ട് എങ്കിലും അതിനകത്തൊരു ആശയത്തെ കൂടെ ആൽബത്തിന്റെ ആൽബത്തിൽ ഞങ്ങളിപ്പോൾ ആദ്യത്തെ ആൽബത്തിന് കൃത്യമായിട്ടുള്ളൊരു നവരസം എന്ന് പറഞ്ഞ ആൽബത്തിന് ഒരു ഓരോ പാട്ടുകൾക്കും ഓരോ ഐഡിയോളജികൾ ഉണ്ടായിരുന്നു. സെക്കൻഡ് ആൽബം വാസ് എ കൊളാബറേഷൻ ആൽബം. ഓരോ പാട്ടിനകത്ത് ഓരോ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകളെ കൊളാബറേഷൻ ചെയ്തുകൊണ്ടാണ് ആ പാട്ടിൽ. ഇപ്പോൾ ഒരുപാട് ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പത്മശ്രീ പത്മവിഭൂഷൺ ചെയ്ത പലരും അതിനകത്ത് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഈ ആൽബം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആൽബമാണ്. ഇത് ബേസിക്കലി അതൊരു ഞങ്ങളെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ ഓരോ ഡെവലപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ഇപ്പം എനിക്ക് പറയാനായിട്ടില്ല. അത് ഡെഫിനറ്റ്ലി ഒരു സ്റ്റോറി ബോർഡ് മൊത്തം ആൽബത്തിന് ഉണ്ടാക്കി വെച്ചിട്ടാണ് പ്രോസസ്സ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ഒരു സ്റ്റോറി ഉണ്ട്, എല്ലാ പാട്ടുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ, അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഞങ്ങളുടെ തൈക്കുടത്തിൽ ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറിക്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പലതും എൻ്റെ ചേച്ചിയാണ് മലയാളത്തിലുള്ളത്, എൻ്റെ ചേച്ചി എഴുതുന്നത്. അപ്പോൾ അതിൽ ആ ഭാഷ വന്നതിന് ശേഷമാണ് പല കമ്പോസിഷനിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് കമ്പോസ് ചെയ്ത് അങ്ങനെ ലിറിക്സ് എഴുതുന്ന പരിപാടിയല്ല, കുറച്ചും കൂടി ഭാഷയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് മുറിക്കലൊന്നും ഇല്ല. അടിപൊളി. ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഈ കണക്ഷൻ, ഈ സ്റ്റേജിൽ നിൽക്കുന്ന നിങ്ങളും ഓഡിയൻസും തമ്മിലൊരു കണക്ഷനാണ് ഈ പ്രോഗ്രാമിൻ്റെയൊക്കെ ഭയങ്കര ഒരു രസം എന്ന് പറയുന്നത്. നമ്മുടെ ഇരട്ടി എനർജി അവർ കാണിക്കും. ആ എനർജി കാണുമ്പോൾ നമ്മൾ ഇരട്ടി കൂട്ടും. ചിലപ്പോൾ കൈവിട്ടു പോകും നമ്മുടെ അത്രയും. പക്ഷേ ആ ഒരു എനർജി അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തളർച്ചയൊന്നും അനുഭവപ്പെടില്ല. ആ ഹൈക്കപ്പുറത്തേക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുമോ? ഒരിക്കലും ഇല്ല. അത് എന്താ, അതായത് രണ്ട് ടേസ്റ്റാണ്. അതായത് ഇപ്പോൾ പത്തിരിയും മറ്റേ ബീഫും പൊറോട്ടയും മീൻകറിയും കഴിക്കുന്നത് നമ്മുടെ ടേസ്റ്റിന് യാതൊരു ബന്ധവുമില്ല. രണ്ടും നല്ലതാണ്. എനിക്കിത് രണ്ടും ഇഷ്ടമാണ്. പക്ഷെ ഇതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ അതിനെന്താ വെച്ചാൽ അത് ഓരോ സ്റ്റേജിലും വേറെ ഈ പറയുന്ന ഒരു ക്രൗഡിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിലൊരു കമാൻഡിങ് പവറിന്റെ ഒരു സാധനമുണ്ട്. നമ്മൾ പാടുന്നതിന്റെ കൂടെ അവർ പാടുന്നതും അതിന് ആ ഒരു ലൈവ് വൈബിന്റെ ഒരു സാധനം വേറെ തന്നെ ഒരു ജോണർ ഓഫ് ഹാപ്പിനെസ് ആണ്. സിനിമയുടെ അത് ഞാൻ പറഞ്ഞില്ലേ, സിനിമ എന്നെ റിസൾട്ടിനേക്കാളും എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത് അതിന്റെ പ്രോസസ്സാണ്. അത് റിസൾട്ടുകൾ പലതും എന്നെ ബാധിക്കാറില്ല. അത് കുറെ പൊളിഞ്ഞു പാലിസായതുകൊണ്ടായിരിക്കും, ശീലമായതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ആ പ്രോസസ്സാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഡയറക്ടേഴ്സ് എന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വലിയ പടങ്ങളിലേക്ക് തലവയ്ക്കാത്തതും അതുകൊണ്ടാണ്. ഇപ്പം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ഇതിന്റെ ടെമ്പോ ഇങ്ങനെ നമ്മൾ മാറിക്കോളും, തന്നെ മാറും. അതൊരു
സിംഗിൾ കണക്ഷനാണ്. അവർ മാറുമ്പോൾ നമ്മൾ തന്നെ നമ്മളായിട്ട് ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തന്നെ അതിൻ്റെ ടെമ്പോ ഇൻക്രീസ് ആവലും നമ്മുടെ ആക്ഷനും ഒക്കെ അവരുടെ വൈബിനനുസരിച്ച് ഇറ്റ്സ് എ വെരി സ്ട്രിങ്സ് അറ്റാച്ച്ഡ് പരിപാടിയാണ് അത്. ഞങ്ങൾ ഒരു ഈ ഓപ്പറേഷൻ പക്ഷേ ക്രൂ കംപ്ലീറ്റ് ഇതിനകത്ത് തന്നെ നിൽക്കണ്ടേ നമ്മുടെ ഒരു അത് ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ എന്താ വെച്ചാല് അതുകൊണ്ടാണ് ബാൻഡ് മെമ്പേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു എനിക്ക് കിട്ടുന്ന എനർജി ആണോ ഇവന് കിട്ടുന്ന, ഓരോരുത്തരുടെ എനർജി എന്താണെന്ന് അവനവനെ എനിക്കൊന്നും നോക്കേണ്ട ആവശ്യം പോലില്ല. ഇത് ഇപ്പോൾ 12 കൊല്ലമായി 10-700 സ്റ്റേജിലായി വായി. എനിക്ക് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഓരോ പാട്ടിലും എന്താണ് ഓരോരുത്തർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത് അവർക്കും എന്നെ കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ടാണ് ബാൻഡ് എന്നുള്ള സാധനം ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഓരോ മെമ്പേഴ്സിനും ഓരോ സാധനം ഓരോ റിയാക്ഷനിലും എങ്ങനെയാണ് അവരുടെ ഹൈ മാറുക എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതൊരു അൺഎക്സ്പ്ലെയിൻഡ് സ്പേസ് ആണ്. അപ്പൊ അവിടെ ഏതെങ്കിലുമൊക്കെ നമ്മൾ പുതുതായിട്ട് മനോരഥം ഉറപ്പായിട്ടും ഓരോ ഷോസിനും ഞാൻ പല ഷോസിനും പല ഷോളോ ആണ് വായിക്കുന്നത്. റിപ്പീറ്റ് ചെയ്ത് വായിക്കാറില്ല. ചിലതൊക്കെ വായിക്കും, ചിലതൊക്കെ ഇഷ്ടത്തിനനുസരിച്ചാണ് വായിക്കുന്നത്. അപ്പൊ അവരും കൂടെ അങ്ങ് ചേരും അല്ലേ? അതാണ് എൻ്റെ രസം. അത് മാജിക്കാണ്. വാവ്, സൂപ്പർ. ഈ പടം എക്സ്പെക്ടേഷൻസ് ഇപ്പം എനിക്ക് വന്നു. അപ്പം എനിക്ക് പ്രേക്ഷകർക്കും ഇത് കാണുന്നവർക്ക് കിട്ടും. എന്താണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? എങ്ങനത്തെ ഒരു ഫീലായിരിക്കും ഞങ്ങൾക്ക് ഉണ്ടാവുക? എല്ലാ തരത്തിലുള്ള ഫീലും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സോൾഫുൾ ആയിട്ടുള്ള കഥയുണ്ട്, അതിന് ആക്ഷൻസ് ഉണ്ട്, അതിനെ ഭംഗിയിൽ കണ്ടുപോകാൻ നമുക്ക് വേണ്ട നുറുങ്ങ് രസങ്ങളുണ്ട്, ഒരു നല്ല പ്രണയമുണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, സർവോപരി മ്യൂസിക്കും ഉണ്ട് ഇതിനെയൊക്കെ എൻഹാൻസ് ചെയ്യാൻ. ഏതായാലും പടം അങ്ങനെ ഒരു മ്യൂസിക്കലായിട്ടുള്ളൊരു അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ ഇപ്പോൾ ഗോവിന്ദൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അത് നമുക്ക് തിയേറ്ററിൽ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. ഗോവിന്ദനെ ഒരു തരത്തിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. നമ്മൾ മറ്റൊരിക്കൽ കാണും. അന്ന് നമ്മൾ എന്തായാലും ഗോവിന്ദനെ പിടിക്കും. താങ്ക് യു.